ലേറ്റ് ആയിട്ടാണ് എൻട്രി വരുന്നത്, എൻട്രി ഡിലേ ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ പലതുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് സെല്ല് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത് ഐക്കനാഷ് ക്യാൻഡിലേക്ക് മാറ്റുന്ന സമയം അവിടെ ഇതുവരെ സ്ട്രോങ് സെല്ല് വന്നിട്ടില്ല. ഇതിന്റെ റീസൺ, ഇത് ഇവിടെ സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് ഇതാ 2 പ്രാവശ്യം പോയി. ഈ ക്യാൻഡിൽ എൻട്രി വന്നു, ഇവിടുന്ന് ആദ്യം സപ്പോർട്ടിലേക്ക് പോയി, വീണ്ടും ഈ അടുത്ത ക്യാൻഡിൽ അതാ മേലേക്ക് സപ്പോർട്ടിന് പോകുന്നത്. അപ്പം ഇത് ഇവിടെ സപ്പോർട്ടും കാര്യമൊക്കെ, അതായത് മേലേക്ക് സപ്പോർട്ട് വരാം, കാര്യങ്ങൾ വരാം, എന്തും ചെയ്യാം. ഹൈക്കനാഷിൽ വരുന്ന എൻട്രി അത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഹലോ, വീഡിയോ ഓഫ് ആണ്, വീഡിയോ കാണുന്നുണ്ടോ? ഓക്കെ ഒറ്റ മിനിറ്റ്, നേരത്തെ പറയണം. അതായത് എല്ലാവർക്കും ഉള്ള ഡൗട്ട്, കുറേ ആൾക്കുള്ള ഡൗട്ട് ഉണ്ടായതാണ്. അതായത് ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ ഇവിടെ ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു സെൽ എൻട്രി ഇതിൽ വന്നിട്ടില്ല, ഹൈക്കനാഷ് ആണ് ക്യാൻഡിൽ. ഓക്കെ, അതേപോലെ ഞാൻ നോർമൽ ക്യാൻഡിൽ ഇടുന്ന സമയം അവിടെ ഒരു സെൽ എൻട്രി വന്നിട്ടുണ്ട്, ലോഡാകുന്നുണ്ട്. നോർമൽ ക്യാൻഡിൽ സെൽ എൻട്രി അവിടെ നന്നായിട്ടുണ്ട്, വന്നു. ഈ ക്യാൻഡിൽ സെൽ എൻട്രി വന്നു, അതിന്റെ അടുത്ത ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ടിന് പോയി, വീണ്ടും സപ്പോർട്ടിന് പോയാണ് ചെയ്യുന്നത് മേലേക്ക്. ഓക്കെ, ഇപ്പൊ ഈ ഒരു പ്രൊസീജിയറാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഓൾറെഡി സെൽ എൻട്രി വന്നു. അപ്പോൾ ഹൈക്കനാഷിൽ വരുന്ന സമയം എൻട്രി, ഞാൻ ഹൈക്കനാഷിൽ എടുക്കുന്ന ഒരാളാണ്. ഹൈക്കനാഷിൽ വരുന്ന സമയം അവിടെ പ്രോപ്പറായി ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേലേക്ക് സപ്പോർട്ട് വരില്ല എന്നുള്ളൊരു കൺഫർമേഷൻ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എൻട്രി വരും. അതാണ് ചെറിയ ഒരു പോയിന്റ്, ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ട് എൻട്രി വരുന്നത്. അപ്പൊ ഞാൻ അത് കുറെ പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുഴപ്പമില്ല, ചിലയാക്കി. അപ്പൊ ഐക്കനാഷ് നോർമൽ ഇട്ടെടുക്കുന്നവർക്ക് എടുക്കാം. അപ്പൊ നോർമൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്, അവിടെ എടുക്കുന്ന സമയം സപ്പോർട്ടിൽ വന്നുകൊണ്ട് ആ ട്രേഡ് എക്സിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് സപ്പോർട്ടിലേക്ക് വരും. ഇപ്പൊ ഇവിടെ ലൈവായിട്ട് നിങ്ങൾ കാണുന്നു, ഈ ട്രേഡ് എടുത്താൽ അത് എസ് എൽ അടിക്കും. ഈ ട്രേഡ് എടുത്ത ഒരാൾ ഇത് സപ്പോർട്ട് മാർക്കറ്റ് വന്ന് എസ് എൽ അടിച്ചിട്ടുണ്ടാവും. അതേ സമയത്ത് അവിടെ ഒരു ട്രേഡ് വന്നിട്ടില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രേഡ് ഇതുവരെ അവിടെ ഹൈക്കനാഷിൽ വന്നിട്ടില്ല. അതാണ് ഹൈക്കനാഷ് നോർമൽ ക്യാൻഡിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ചോദിക്കാട്ടാ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ എൻട്രിയുടെ കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ചോദിക്കാം. ഈ എൻട്രിയുടെ വാല്യൂ തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ആദ്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറിന്റെ MT5 ചെയ്യുന്നവർ ഓവാണ്ട എന്ന് പറഞ്ഞ ചാർട്ടേ എടുത്തോളൂ. നിങ്ങൾ ബിനാൻസിന്റെ വേറെ ഏത് ചാർട്ട് എടുത്തതിനെ കൊണ്ട് കാര്യമില്ല. ഒവാണ്ട എന്ന് പറയുന്ന ചാർട്ട് മാത്രമേ MT5 എടുത്തോളൂ. വേറെ ഒരു ചാർട്ടും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വേറെ ബാക്കിയുള്ള പെപ്പർ സ്റ്റോണിന്റെ ആൾക്കാരാണ് പെപ്പർ സ്റ്റോൺ തന്നെ ഉപയോഗിക്കണം, അതിലെ ഡാറ്റ കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഓണ്ടന്റെ ചാർട്ടാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ വന്ന എൻട്രി ഞാൻ കാണിച്ചാൽ, അതായത് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നിന്നായിരിക്കും, ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ ഏരിയയിൽ നിന്നാണ് എൻട്രി കാണിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സൽ ആയത്. അപ്പൊ ഇവിടെ 46.69 കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് 45.69. ഇത് ഈ ക്യാൻഡിൽ 45.82. ഈ ഒരു ക്യാൻഡിലാണ് 69 എന്ന് പറയുന്നത്. ഇവിടെ ഈ കാര്യങ്ങൾ മാറി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു, ഇത് നോർമൽ ക്യാൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ക്യാൻഡിൽ വരും. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പൊ ട്രേഡ് എടുത്താക്കുന്നുണ്ടാവും, അത് SL അടിച്ചു. ഇവിടെ എൻട്രി എടുത്ത ഒരു മനുഷ്യന് SL അടിച്ചു. ഇതിൽ എല്ലാ ട്രേഡ് ഇതിൽ വരും. ഈ ഒരു എൻട്രിയിൽ എല്ലാ മൾട്ടിപ്പിൾ ട്രേഡ്സും ഈ ഒരു എൻട്രിയിൽ എന്താവും, വെറുതെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഹൈക്കനാഷ് ക്യാൻഡിലേക്ക് ഇനി ഒരു ക്യാൻഡിൽ 5 പോയിന്റ് അധികം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് കണ്ടോ, ഈ ട്രേഡ് ഇവിടെ ഉണ്ട് സ്റ്റിൽ. അപ്പൊ അതാണ് ഞാൻ ഒന്നാക്കിയത്. ഈ ഒരു പോയിന്റ് നമുക്ക് എൻട്രി എടുക്കുക പറഞ്ഞത്. ഹൈക്കനാഷ് ക്യാൻഡിലിപ്പോ ഹൈക്കനാഷ് ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബൈ എടുക്കുന്നു, ടാർഗറ്റ്. ഓക്കെ, ഒരു ബൈ എടുക്കുന്നു, ഞാൻ ടാർഗറ്റ് അവിടെ നിന്ന് കീപ്പ് ചെയ്യുന്നു, ഞാൻ ഈ ഒരു ഏരിയ റിസ്കും കീപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ട്രേഡ് എടുക്കുന്ന സമയം
ഇത് നോർമൽ ക്യാൻഡിൽ അത് പല ആൾക്കുള്ള പ്രശ്നമാണ്. നോർമൽ ക്യാൻഡിൽ ഇത് SL അടിച്ചു, ഈ ട്രേഡ് SL ഹിറ്റ് ആയിട്ടുണ്ടാവും. നോർമൽ ക്യാൻഡിൽ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും റിവേഴ്സൽ പോക്കായി. നോർമൽ ക്യാൻഡിൽ ട്രേഡ് എടുത്തവർക്ക് ഇത് SL അടിക്കും. അതാണ് നോർമൽ ക്യാൻഡിലും ഹൈക്കനാഷും തമ്മിൽ. നോർമൽ ക്യാൻഡിൽ ഇതാ സെയിം ആണ്. 5 മിനിറ്റ് നോർമൽ ക്യാൻഡിൽ ഇടുന്ന സമയത്ത് ഇതെന്താണ് സെൽ എൻട്രി ആണ് ഇവിടെ ഉള്ളത്. ഹൈക്കനാഷിൽ അത് അവിടെ ഇതുവരെ സെൽ എൻട്രിയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറേ ആൾക്കുള്ള ഡൗട്ടാണ്. അത് 1 by 1 ആയിട്ട് ക്ലിയർ ചെയ്ത് തന്നെ പോവാന്ന് വിചാരിച്ചു കൊണ്ടാണ്. ഇപ്പൊ ഈ ഹൈക്കനാഷ് ക്യാൻഡില് കാണുന്നത് വെച്ചിട്ട് ഇപ്പം ഇതൊരു ഒരു ബൈ എൻട്രി എടുക്കാൻ പറ്റുമോ? അതന്നെ ഹൈക്കനാഷിൽ ഇതുവരെ സെല്ലിലേക്ക് വന്നിട്ടില്ല മാർക്കറ്റ്. അതന്നെയാണ് പറഞ്ഞത്. മാർക്കറ്റ് കണ്ടീഷൻ കാണിക്കുന്ന ബിയറിഷ് ആണ്, കോൺഫ്ലിക്റ്റ് ആണ്. മാർക്കറ്റ് ബുള്ളിഷ് ആണ് കാണിക്കുന്നത്. ആകെ കോൺഫ്ലിക്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ കോൺഫ്ലിക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ശരിയാണ്. ഈ കോൺഫ്ലിക്റ്റ് ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ നോക്കിയാൽ മതി. 5 മിനിറ്റ് ഇത് 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ സമയമായി എൻട്രി വാല്യൂ ഇവിടെ കടന്ന് കളിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ഏരിയ. ഇത് SL അടിക്കണമെങ്കിൽ നേരത്തെ താഴേക്ക് വന്ന സമയം കഴിഞ്ഞു. ഇവിടെ കാര്യങ്ങൾ മാറലായി. ഇവിടെ കാര്യങ്ങൾ മാറി വരുത്തായി. ഫാളിങ് സേഫ് ആണ്. കാര്യങ്ങൾ മാറി 2% റിസ്ക് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കുക. 2% റിസ്ക് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കുക. ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 2% റിസ്ക് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കാം. പെപ്പർ സ്റ്റോണിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 2% റിസ്ക് കീപ്പ് ചെയ്യുക, ട്രേഡ് എടുക്കുക. അപ്പൊ ഇതിൽ നിങ്ങളിപ്പോ പല എക്സിറ്റ് ഇതൊക്കെ നേരത്തെ വന്ന എക്സിറ്റ് ആണ്. ഇപ്പം വന്ന് ഇതാണ് ഇപ്പോഴത്തെ ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ അവസാനിക്കണം. ഇപ്പം അടുത്ത ക്യാൻഡിൽ വരും. ഇതുവരെ ഇതൊക്കെ നേരത്തെ വന്ന, അതായത് ഈ TP1 വന്ന എക്സിറ്റ് ആണ്. വീണ്ടും ഇവിടെ നിന്ന് ഇത് പമ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ താഴെ ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സപ്പോർട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി സ്ട്രോങ് ആണ് ക്യാൻഡിൽ. ഇപ്പൊ ഇവിടെ ഒരു സപ്പോർട്ട് വരും. നമുക്ക് ഈ ക്യാൻഡിൽ അടുത്ത ക്യാൻഡിലെ മൂവ്മെന്റ് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നോർമൽ ക്യാൻഡിലേക്ക് മാറ്റുന്നുണ്ട്. നോർമൽ ക്യാൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ മിക്കവാറും ആണെങ്കിൽ ബൈ വരാൻ ചാൻസ് ഉണ്ട്. നോർമൽ ക്യാൻഡിൽ സ്പോട്ടിൽ ക്യാൻഡിലില് സിഗ്നൽ വരും. സ്പോട്ടിലായിരിക്കും സിഗ്നൽ വരുത്ത്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് 10 പോയിന്റ് അപ്പുറമാണ് എന്താക്കുന്നത് നമുക്ക് ഇതില് കൺഫർമേഷൻ കിട്ടുന്നത്. നിങ്ങളെ ചാർട്ട് നോക്കുന്ന സമയം അത് നോർമൽ ക്യാൻഡിലായിരിക്കും. നിങ്ങൾ ഓരോരുത്തരെയും ബ്രോക്കറിന്റെ ചാർട്ടിൽ ഉണ്ടാവല് നോർമൽ ക്യാൻഡിലാണ്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ട്രേഡ് എടുത്ത ഒരാൾക്ക് അത് SL അടിച്ചു. ഈ ട്രേഡ് പ്ലേസ് ചെയ്ത ഒരാൾക്ക് SL അടിച്ചു. നോർമൽ ക്യാൻഡിലാണ് ഈ ട്രേഡ് എടുത്തത്. ആ ട്രേഡ് എടുത്ത വ്യക്തിക്ക് ഇത് SL അടിച്ചിട്ടായിരിക്കും താഴേക്ക് വരേണ്ടത്. അപ്പൊ ആ ഒരു സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈക്കനാഷ് ഉപയോഗിക്കാൻ പറഞ്ഞത്. 10 പോയിന്റ് അപ്പുറം. ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യാം. ഇവിടെ നെറ്റ്വർക്കിന് ചെറിയൊരു ഡിലേ ഇല്ലാതെ കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാർക്കറ്റ് കിട്ടുന്നില്ല. ചെറിയൊരു നെറ്റ്വർക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിലും ഹൈക്കനാഷിലേക്ക് മേലിലേക്ക് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം. കുഴപ്പമില്ല. കാര്യങ്ങൾ ട്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യും. അത്ര ഇന്ന് വേറെ ഏതെങ്കിലും ഇന്ന് മോർണിംഗിലോ ഈവനിങ് ആയിട്ട് ട്രേഡ് എടുത്ത ആളുണ്ടാ മാർക്കറ്റില്? ട്രേഡ് എടുത്ത ആരെങ്കിലും? ഞാൻ ഓൾറെഡി എനിക്ക് ഇന്നൊരു എത്തീരത്തിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എത്തീരത്തിൽ ഞാനൊരു എൻട്രി എടുത്തിരുന്നു. എടുത്തിട്ടുണ്ട്. ചാർട്ട് എടുക്കുന്ന സമയം ഇവിടെ നമ്മളൊരു സ്റ്റുഡന്റ് ഒരാൾ ചോദിച്ചൊരു ഡൗട്ട് ഉണ്ട്. ഞാനത് വീണ്ടും പറഞ്ഞുതരാം.
ഇവിടെ 4600 സെല്ല് വന്നു, നോർമൽ ക്യാൻഡിൽ സെല്ല് വന്നു. ഇത് എടുത്ത ഒരാൾക്ക് ടി പി അവിടെ അടിച്ചു മാർക്കറ്റ്. അതായത് റീടെസ്റ്റിന് പോയി. ഈ മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടുന്ന് റീടെസ്റ്റിന് പോയി, TP1 പോയി. ഇവിടെ SL അടിച്ചിട്ടുണ്ടാവും ഈ ട്രേഡ് എടുത്ത ഒരാൾക്ക്. അത് ഹൈക്കനാഷ് ക്യാൻഡിൽ വരുന്ന സമയം അവിടെ ഇതുവരെ സെല്ല് വന്നിട്ടില്ല. നമുക്ക് ഹൈക്കനാഷിൽ എടുക്കുന്ന ഒരു എൻട്രി റീടെസ്റ്റ് എന്ന് പറയുന്ന ഏരിയ എത്താന്ന് പറയുന്നത് വളരെ കുറവാണ്. റീടെസ്റ്റിൽ വന്നിട്ട് ട്രേഡ് എടുക്കാന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ എനിക്ക് സ്റ്റുഡന്റ് എനിക്ക് പേഴ്സണൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അയച്ചെന്ന് പറഞ്ഞാൽ അത് നോർമൽ ക്യാൻഡിൽ എൻട്രി ആണ്. അതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത്. നോർമൽ ക്യാൻഡിൽ എൻട്രി എടുക്കുന്ന സമയം ഒരു 80% മാർക്കറ്റ് റീടെസ്റ്റിന് വരാം. SL കുറച്ച് ഹൈയിൽ കീപ്പ് ചെയ്യേണ്ടി വരും. 85% എന്നാക്കാം മാർക്കറ്റ് റീടെസ്റ്റിന് വരും. അതാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് SL അടിക്കും. റീടെസ്റ്റിന് വന്ന് SL അടിക്കും. ഇത് അതാണ് നോർമൽ ക്യാൻഡിലും ഹൈക്കനാഷ് ക്യാൻഡിലും തമ്മിൽ വ്യത്യാസം. ഞാൻ ഹൈക്കനാഷ് ക്യാൻഡിൽ മാത്രമാണ് ട്രേഡ് എടുക്കുന്നത്. ഞാൻ അങ്ങനെ ശീലിച്ചത് കൊണ്ട് ഞാൻ ഹൈക്കനാഷിൽ എടുക്കലില്ല. എനിക്ക് പേഴ്സണലി എനിക്കൊരു കംഫർട്ട് ആയിട്ടുള്ളത്. ഹൈക്കനാഷിൽ ട്രേഡ് എടുക്കാനാണ് എനിക്കൊരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ട്രേഡ് എടുത്തതല്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് എന്നുള്ളതല്ല നമുക്ക് നോക്കേണ്ടത്. 1 മണിക്കൂർ കൊണ്ട് അതിന്റെ SL അടിക്കുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് SL അടിക്കും. അത് മേലിലേക്കാണെങ്കിൽ അത് മേലിലേക്ക് പോകണം. 2% റിസ്ക് മാത്രമുള്ള ട്രേഡാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിനി കറക്റ്റ് പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് എൻട്രി എടുക്കണം എന്നുള്ള ഒരു ഇതുള്ളവരെന്നാക്കിയാൽ അത് ഈ നോർമൽ ക്യാൻഡിൽ യൂസ് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിൽ SL വെച്ച പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ മാക്സിമം വെച്ചിട്ടുണ്ട് 45.81 ഞാൻ SL വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെയാണ്, ഇത് മാക്സിമം ഏരിയ ആണ്. ഈ ഏരിയ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരും. ഈ ഒരു ലൈൻ ഞാൻ ഇവിടെ വരച്ച ഈ ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ്. വീണ്ടും ST എൻഡർ വന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് ലോഗിങ് ആയിട്ടുണ്ട്. ഇതൊരു പോസിറ്റീവ് സപ്പോർട്ടാണ്. മാർക്കറ്റ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് മേലേക്ക് പോകും. ഈ സെന്റിമെന്റ്സിന്റെ അടുത്ത് തന്നെ ഒരു അക്യുമുലേഷനും കൂടി ആണെങ്കിൽ നമുക്ക് നല്ല ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് യെസ് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളത്. ഈ ബോക്സ് 100 ആണ് വാല്യൂ. അല്ല, അതിന്ന് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തി തരും. പറയാക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കുഴപ്പമുണ്ട്. അത് ഇന്ന് ഞാൻ ക്ലാരിറ്റി വരുത്തി തരും. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കോൺഫ്ലിക്റ്റ് ആണ് കാര്യങ്ങൾ എന്നുള്ളത്. ഈ ഞാൻ ഇവിടെ വരച്ച ഈ വൈറ്റ് ലൈൻ ഞാൻ മാറ്റിച്ചതാക്കി അത് ഗ്രീൻ ആക്കി കാണിച്ചിട്ടില്ല. അതിന്റെ കളർ മാറ്റാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഗ്രീൻ ഓർ ഓക്കെ വൈറ്റിനകത്ത് ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ഓൺ ചെയ്താൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോകും. മാക്സിമം SL കീപ്പ് ചെയ്യുക, അത്ര തന്നെയാണ്. TP1 പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് TP3 ഹിറ്റ് ചെയ്യും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് TP3 ഹിറ്റും ചെയ്യും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ്. അപ്പൊ നമുക്ക് ഡൗൺ ട്രെൻഡിലേക്ക് അടുത്തൊരു എൻട്രി കിട്ടും. നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാട്ടോ. ഇതിന്റെ കൂടെ ഒക്കെ ഡൗട്ടുകൾ ചോദിച്ചോ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ അതിന്റെ കാര്യം അവിടെ നടന്നു. TP1 വെക്കുന്നവർക്ക് TP1 വെച്ചാൽ മതി, നോ പ്രോബ്ലം. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകൾ ചോദിക്കാട്ടാ. പ്രൈസ് എത്ര? TP1 വരുന്നത് 46.01 TP1 വരുന്നത്. 46.
സോഫ്റ്റ്വെയർ ആയിട്ട് സിങ്ക് ചെയ്യാൻ ഒരു ടൈം ഓരോരുത്തരും ഡിപ്പെൻസ് ഓൺ ആണ്. ചില ആൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ചില ആൾ അത് അവർക്ക് അവരനുസരിച്ച രീതിയിൽ ക്യാച്ച് ചെയ്യും. ഡിപ്പെൻസ് ഓൺ. ചില ആൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമുക്ക് ഇതിൽ വന്ന ഈ സ്ട്രോങ് ബൈ വന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ പ്രൈസിന് നമുക്ക് എൻട്രി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് കാര്യങ്ങൾ മാറി വരണം. വെയിറ്റ് ചെയ്യുക. ട്രേഡ് എടുത്തതിന് 15 മിനിറ്റിൽ എന്താണ് നോക്കാം. 15 മിനിറ്റിലും ഇവിടെ എന്നായിട്ടുണ്ട്, SL അടിച്ചിട്ടുണ്ട്. ഈ ട്രേഡ് SL അടിച്ചു 15 മിനിറ്റിൽ. ഇവിടുന്ന് ഒരു ബൈ പ്രഷർ കാണിക്കുകയാണ് 15 മിനിറ്റിലുള്ളത്. 60 വന്നിട്ടുണ്ട്. 15 മിനിറ്റ് SL കംപ്ലീറ്റ് ആയ ട്രേഡാണ്. ഈ ഏരിയ ഈ വൈറ്റ് ലൈൻ ബ്രേക്ക് ആവണം. 15 മിനിറ്റിലും ഈ വൈറ്റ് ലൈൻ ഈ ഏരിയ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല മൊമെന്റിൽ മാർക്കറ്റ് പോകും. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ്, ഭയങ്കര നോയ്സ് ഉണ്ട്, ആരാണെന്ന് അറിയില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യുക. ബാക്കി ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാട്ടോ. ബാക്കി ഇല്ല ഡൗട്ടുകളൊക്കെ ചോദിച്ചോ, വെറുതെ മുണ്ടാണ്ട് ഇരിക്കണ്ടായിരുന്നു. നമുക്ക് കാര്യങ്ങൾ ചോദിച്ചോ. കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാവരുടെ ഡൗട്ടുകളും എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ പാക്ക് ചെയ്തു തരും. കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചോദിക്കുക, കാര്യങ്ങൾ ചോദിക്കുക, എന്തായാലും ചോദിക്കുക. നമുക്ക് കാര്യങ്ങൾ പാക്ക് ചെയ്യാം. ചോദിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടൂല. അതാണ് ഞാൻ ചോദിക്കാൻ പറയുന്നത്. ഓക്കെ, ഹലോ ബോസേ, യെസ്. നമ്മൾ ചില സമയത്തെ ഈ ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ, അതായത് നമ്മൾ ട്രേഡ് എടുത്ത് ആ ടൈമിന് അതുവരെ ഏതാ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുമായിരിക്കും. നമ്മൾ എപ്പോഴാണ് ട്രേഡ് എടുക്കുന്നത് അന്നേരം നമ്മൾ ട്രേഡ് എപ്പോഴാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയത്ത് പെട്ടെന്ന് ഡൗണിലോട്ട് പൊക്കോണ്ടിരിക്കും. അതെന്താണ് അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകാനുള്ള കാര്യം? ഇപ്പൊ അത് അത് നിങ്ങൾ ക്യാൻഡില് നോർമൽ ക്യാൻഡിൽ ഇടുമ്പോഴാണ് സംഭവിക്കല്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സെല്ല് വന്നു. ഇത് നോർമൽ ക്യാൻഡിലാണ്. ഒരു സെല്ല് വന്നു, അത് TP അടിച്ചു. അല്ല സോറി, അത് എന്നാ SL അടിച്ചു, റിവേഴ്സൽ പോയത്. അതാണ് നോർമൽ ക്യാൻഡിലിന്റെ പ്രശ്നം. ഹൈക്കനാഷില് ഇതുവരെ സെല്ല് വന്നിട്ടില്ല. ഹൈക്കനാഷ് ക്യാൻഡിൽ ഇതുവരെ സെല്ല് വന്നിട്ടില്ല. അതാണ് ഹൈക്കനാഷും നോർമൽ ക്യാൻഡിലും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. റീടെസ്റ്റ് വരാന്ന് പറയുന്നത് ഇതിൽ ഹൈക്കനാഷിൽ വളരെ കുറവാണ്. ഒരു ഏരിയ റീടെസ്റ്റിലേക്ക് മാർക്കറ്റ് വരും. നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ നല്ല പോസിറ്റീവ്. TP1 വരെ എന്തായാലും എത്തും. നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഹൈ വോളിയം മാർക്കറ്റ് ഇവിടം വരെ എത്തും. വെയിറ്റ് ചെയ്യാം. നമുക്ക് എപ്പോഴും നമ്മൾ ഒരു കാര്യം കീപ്പ് ചെയ്യാൻ, ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് മാക്സിമം SL പോയിന്റ് ഇവിടെ കിട്ടിക്കാൻ ഞാൻ എല്ലാ ട്രേഡിലും ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്യും. ഈ ഏരിയ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് സെല്ല് കിട്ടും, ട്രേഡ് കിട്ടും ഷുവർ ആയിട്ടും. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതാണ് ഇതിന്റെ ഈ ഒരു ഏരിയയുടെ ലാസ്റ്റ് SL പോയിന്റ്. ഇതാണ് ഇതിനും താഴെ SLും കാര്യങ്ങളും. മാർക്കറ്റ് ഇപ്പൊ നിങ്ങൾക്ക് വിചാരം ഉണ്ടാവും മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് ഇങ്ങോട്ട് വന്നൂടെ. ഒരിക്കലും ഇല്ല. ഏരിയ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പിന്നെ അടുത്ത ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തും. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ട്, ചാർട്ട് കാണുന്നുണ്ട്, പക്ഷെ അതിൽ മൂവ്മെന്റ്സ് ഒന്നും കാണുന്നില്ല. അല്ല മറ്റുള്ളവർ കാണുന്നുണ്ടോ അറിയില്ല, എന്റെ കുഴപ്പമാണോ അറിയില്ല. മൂവ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾ ഇത് നോക്കിയാൽ തിരിയും. നിങ്ങളിപ്പോ വരയ്ക്കുന്നതോ അല്ലെങ്കിൽ കർസർ മൂവ് ചെയ്യുന്നതോ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവരൊന്ന് പറയാ, നെറ്റ്വർക്ക് ഉണ്ടോ? അല്ല നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അല്ല ഈ പ്രൈസ് നോക്കിയാൽ മതി. ഇതാ ഇവിടെ ഒന്ന് നോക്കി നോക്ക്. ഇതാ വാല്യൂ മാറുന്നുണ്ട്, ഇവിടെ നോക്കിയാൽ തിരിയും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. TP1 വരെ ടാർഗറ്റ് എന്തായാലും കീപ്പ് ചെയ്യുക. അത്
ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൊമെന്റ്, ഹ്യൂജ് മൊമെന്റ് കിട്ടും മാർക്കറ്റിൽ. ഏതാ അല്ല പക്ഷേ ഈ ഹൈക്കനാഷി കാൻഡില്ലേ നമ്മൾ MT5 ഹൈക്കനാഷി ആക്കാൻ പറ്റുമോ? പറ്റും. ഓക്കെ. ഇതില് പെപ്പർ സ്റ്റോൺ എന്ന് പറഞ്ഞ ബ്രോക്കറിൽ ട്രേഡ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ഇന്ന് ആരെങ്കിലും ട്രേഡ് എടുത്ത ആൾക്കാരുണ്ടോ? നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കും. ഓക്കെ, പെപ്പർ സ്റ്റോൺ നല്ലതാണ്. പെപ്പർ സ്റ്റോൺ തന്നെയാണ് ചെയ്യുന്നത്, നല്ലതാണ്. ഈ ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പെപ്പർ സ്റ്റോണിൽ ഞാനൊരു അക്കൗണ്ട് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് തുടങ്ങിയിട്ടില്ല. നല്ലതാണ്. ചോദിക്കാം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. കാര്യങ്ങൾ ടോപ്പിക്കിലേക്ക് വരാം. കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകൾ ചോദിക്കുക, കാര്യങ്ങൾ എന്തും ചോദിക്കുക. കാര്യങ്ങൾ ഇനിയും നമ്മൾ ഈ സിസ്റ്റത്തിനെ പറ്റി ഡൗട്ടില്ല ആൾക്കാരൊന്നും ചോദിക്കാറാ എന്തിലാണെന്നുള്ളത്. വോയിസ് ക്ലിയർ ആവുന്നില്ല. വേറൊരു ബ്രോക്കറിൽ നമ്മുടെ ക്യാൻഡിൽ ഹൈക്കനാഷ് ആക്കിയാല് എമൗണ്ട് വേരിയേഷൻ വരൂലല്ലോ. എമൗണ്ട് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേരിയേഷൻ വരണ്ടേ? ഇവിടെ ഇപ്പം 45.96 തന്നെയാണ്. ക്യാൻഡിൽ മാറ്റാം, നോർമലിലേക്ക് മാറ്റാം, സെയിം ആണ്. എമൗണ്ട് വേരിയേഷൻ വരൂല. കാരണം ലോക്കൽ ട്രേഡറിന് ഗ്യാപ്പ് വരും. നിങ്ങൾ ഓരോ ബ്രോക്കറിനും അവരുടേതായ എന്തുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. എനിക്ക് ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. ഇതെന്നറിയില്ല, ഇന്നൊരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ മൊത്തത്തിലുണ്ട്. ഇന്നൊരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ് മൊത്തത്തിൽ. എന്താണെന്ന് അറിയില്ല. വോയിസ് കേൾക്കുന്നുണ്ടോ? എന്റെ സ്ക്രീൻ നെറ്റ്വർക്കിന്റെ ആയിട്ട് ബാക്ക് ആയിട്ടാണ് ഉള്ളത്. വോയിസ് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? എനിക്ക് ഇവിടെ നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ വോയിസ് ഓക്കെയാണ്. ഇപ്പൊ റീലോഡ് ആവാത്തൊരു പ്രശ്നമാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാട്ടോ. ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് ചോദിക്കാം. എല്ലാവർക്കും സോഫ്റ്റ്വെയറിനെ പറ്റി കാര്യങ്ങൾ വേറൊന്നും അറിയാനില്ല. കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നാണോ? നമ്മൾ ഇന്നലത്തെ ചാർട്ട് നിങ്ങൾ കീപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ചാർട്ട് ഒന്ന്
ഇന്നലെ നമ്മൾ അയച്ചു തന്ന മലയാളത്തിലുള്ള ഇംഗ്ലീഷിൽ PDF വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണ് എല്ലാവരും അതിൻ്റെ ഒരു അപ്ഡേഷൻ? ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. യെസ്, PDF പുതിയത് കിട്ടിയില്ലല്ലോ സാറേ. ഇന്നലത്തെ PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലത്തെ PDF കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ കണക്ട് ചെയ്ത സ്റ്റാഫായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. അവർ PDF അയച്ചു തരും. ഇന്നലത്തെ PDF കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ. ഹലോ സാറേ, സാറേ ഈ MM സെന്റിമെന്റ് ഇപ്പൊ ന്യൂട്രൽ അല്ലേ നടക്കുന്നത്? ന്യൂട്രലാണ്. അതാണ് ഇത് വലിയ മൂവ്മെന്റ് ഇല്ലാത്തത്. ഓക്കെ. ഈ ന്യൂട്രൽ കണ്ടീഷൻ നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ ഇപ്പോ ക്യാൻഡിൽ കുറച്ച് ഇങ്ങനെ താഴോട്ട് മുകളിലോട്ട് ഇങ്ങനെ വെട്ടി കളിക്കില്ല കുറച്ചു നേരം. അതാണ് മൂവ്മെന്റ് ഇല്ലാത്ത. അവിടെ അക്യുമുലേഷൻ ആണെങ്കിൽ നല്ല മൂവ്മെന്റ് വന്നു. അതായത് നമ്മൾ ബൈ ചെയ്ത ആ ഒരു ഇതിൽ തന്നെ അങ്ങ് പൊക്കോണ്ടിരിക്കും ക്യാൻഡിൽ കയറി. ഇതാണ് മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ന്യൂട്രലാണ്. രണ്ട് സൈഡിലേക്ക് ന്യൂട്രൽ കണ്ടീഷനിൽ നമ്മൾ ഇതിന്റെ അകത്ത് സ്ട്രോങ് ബൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം, കുഴപ്പമില്ല അല്ലേ? എടുക്ക ബൈ ചെയ്യാ, ടൈം എടുക്കുന്നേ ഉള്ളത് കംപ്ലീറ്റ് ആകാൻ വേണ്ടിട്ട്. ആ ഒരു ഫ്ലോ വരണം മാർക്കറ്റിൽ. ഫ്ലോ വരണം. 30 മിനിറ്റ്സ് എന്തായാലും ആ ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ കുഴപ്പമില്ല. ഫ്ലോ കിട്ടാൻ വേണ്ടിട്ട് ഒരു ടൈമേ ഉള്ളൂ. എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ട്രേഡ് എടുക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടണമില്ല നമുക്ക്, അല്ലെങ്കിൽ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എടുക്കാന്നുള്ളതാണ്. ഹോൾഡ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ എടുത്താൽ നമുക്ക് ഹോൾഡ് ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നുമില്ല. ടൈം എടുക്കുന്നേ ഉള്ളൂ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ട്. നോക്കി നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ആവാന്നുള്ളതാണ്. TP1 മാർക്കറ്റ് ബ്രേക്ക് ആവാന്നുള്ളതാണ് ഞാൻ ഇപ്പൊ നമ്മൾ ഇതിൽ കാണേണ്ടത്. TP1 ബ്രേക്ക് ആയാല് നല്ല മൂവ്മെന്റ് നമുക്ക് തീരത്തിലൊരു മൂവ്മെന്റ് പോകുന്നുണ്ട്. BTC മാർക്കറ്റും പമ്പിങ്ങിലേക്കാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ നെഗറ്റീവ്. BTC ഒക്കെ പമ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് നെഗറ്റീവിലേക്ക് പോകും സാധാരണ. അതാണ് അതിൻ്റെ ഈ ഗോൾഡിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്ത കാര്യം 30 മിനിറ്റ്സോട് നമുക്ക് നോക്കാം. വെച്ചാൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസി മൂവ്മെന്റ് കിട്ടും. ഈ ഒരു ഏരിയ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാസി മൂവ്മെന്റ് കിട്ടും നമുക്ക്. ഇവിടെ അടുത്ത ക്യാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ ക്യാൻഡിൽ നിന്നൊരു മൂവ്മെന്റ് തീരെ പോരാ. നമ്മളെ PDF കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്? PDF കിട്ടാത്ത എത്ര ആൾക്കാരാണ് ഉള്ളത് ഇതില്? ഇന്നലെ കാണിച്ചെന്ന PDF ആ PDF-ൽ ഡൗട്ടില്ല ആൾക്കാരുണ്ടെന്ന് പറഞ്ഞേ. എന്റെ വോയിസ് ഓക്കെ അല്ല എല്ലാവർക്കും? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ചോദിക്കാൻ, നിങ്ങൾക്ക് ഡൗട്ട് തിരിയുന്നുണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഓക്കെ ആണല്ലേ? ക്ലിയർ ആണ്. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളൊക്കെ ഒന്ന് ചോദിക്കാട്ടെ. എന്തുണ്ടെങ്കിലും ചോദിക്കുക ഡൗട്ടുകൾ. അടുത്ത ടീം 8:30 ജോയിൻ ചെയ്യുന്ന ടീം 8:30 ജോയിൻ ചെയ്യും. അപ്പം ആക്ച്വലി ഓറയുടെ കൺഫർമേഷൻ വരുന്നത് TP1 ആവും. TP1 ആകുമ്പോഴും നല്ല കൺഫർമേഷൻ. മാർക്കറ്റിൽ നിന്ന് വോളി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള്
അതാ ആ ഞാൻ ഏരിയ മനസ്സിലായി. അതാ ഞാൻ ചോദിച്ചത് സാറിനോട്. ഇപ്പൊ വീണ്ടും ഒന്നും വോളില്ലാത്തതുകൊണ്ടാണ്. വോളി ഇല്ലാത്തതുകൊണ്ട് TP 1 ആകുമ്പോഴേ കറക്റ്റ് കൺഫർമേഷൻ വരും. ഇപ്പൊ കണ്ട കാര്യങ്ങൾ മാറിയുടെ സപ്പോർട്ട് വന്നു. നമുക്ക് ഇവിടുന്ന് ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിയാണ് ചെയ്യുന്നത്. അവിടെ സപ്പോർട്ട് വന്നു, വലിയ മൂവ്മെന്റ് കാണുന്നില്ല. സപ്പോർട്ട് വന്നു, റൈസിങ് റിസ്ക് ആയി. ഓൾമോസ്റ്റ് ഒരു $300 ഞാൻ അവിടെ ഇറങ്ങി. ചില ഇത് കണ്ട 2 ബിയറിന്റെ ചിഹ്നം വന്നു. അത് എത്ര മിനിറ്റിന്റെ ചാനലാ സാർ എടുത്തത്? ഇതാണോ ഇപ്പൊ വന്ന ക്യാൻഡിലാണോ? 1 മിനിറ്റിന്റെ ക്യാൻഡിലാണ്. ഓക്കെ, വലിയൊരു മൂവ്മെന്റ്, വലിയൊരു എന്താ പറയാ, ഒരു മൂവ്മെന്റ് കിട്ടുന്നില്ല. ഡെൻസിറ്റി ഇല്ല സാർ. ഡെൻസിറ്റി 5:0. ഇല്ല, അതാണ് മൂവ്മെന്റ് ഇല്ല. ഡെൻസിറ്റി ഒക്കെ നമുക്ക് പോസിറ്റീവിലൊക്കെ തീരെ മൂവ്മെന്റ് ഇല്ല. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ BTC ഒരു മൂവ് കാണുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു നല്ലൊരു മൂവാണ് BTC. BTC എത്തീരത്തിനൊരു മൂവ് കാണുന്നുണ്ട്. സാധാരണ BTC എത്തീരത്തിന് മൂവ് ഉണ്ടാകുന്ന സമയം പക്ഷെ റിസ്ക് ഉണ്ട് ഇതിൽ. അതാണ് അതിൻ്റെ ഒരു മേജർ പാർട്ട് ഞാൻ നോക്കാത്തത്. BTCയിലും എത്തീരത്തിനൊരു മൂവ് ഉണ്ടാകുമ്പോൾ ഗോൾഡ് എപ്പോഴും നമ്മളൊന്ന് സൂക്ഷിക്കണം. BTC മൂവ് ഉണ്ടെങ്കിൽ ഗോൾഡ് ഓപ്പോസിറ്റിലേക്ക് വരും, ഗോൾഡ് താഴേക്ക് ഇറങ്ങും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഗോൾഡിന്. TP 1 ബ്രേക്ക് ആന്നുള്ളതാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഞാനിപ്പോ ഇവിടെ നിന്നായി. ഞാനിപ്പോ ഇവിടുന്ന് ഓൾറെഡി $300 ഞാൻ എക്സിറ്റ് ആയി. ഇനി ഞാൻ TP 1 ഒന്ന് പമ്പ് ചെയ്താലേ ഞാൻ എടുക്കും എൻട്രി. TP 1 വരെയുള്ളത് ഞാൻ എടുത്തു. TP 1 ഒന്ന് ഇതൊന്ന് പമ്പ് ചെയ്യട്ടെ. TP 1 എന്തായാലും എൻട്രി അത് എടുത്തു. നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. TP 1 തന്നെ എൻട്രി ഞാൻ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ചില അതായിരിക്കും ഒരു മൊമെന്റ് ഉണ്ടാകാൻ പോകുന്ന എൻട്രി. ഇതിലൊരു മൊമെന്റ് ഉണ്ടാകാൻ പോകുന്ന എൻട്രി ചില എൻ്റെ നിങ്ങൾ ചാർട്ടും ഡിഫറൻസ് ഉണ്ട്. ഞാൻ പെപ്പർ സ്റ്റോൺ ആയിരിക്കും, നിങ്ങൾ ഓൺഡേ ആയിരിക്കും. ഓൺഡൈൻ്റെ വരുന്നത് ഇപ്പോൾ എന്താണ് ഓണ്ട. യെസ്, ഇതിൽ എത്തീരത്തിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടോ? എത്തീരം BTC ആയിട്ട് എത്തീരിയത്തിൽ എടുക്കാമോ? കുഴപ്പമില്ലാത്ത എടുക്കാൻ കഴിയുമോ എത്തീരിയത്തില്? നേരത്തെ പറയണ്ടെന്നല്ല, ഞാൻ ഓൾറെഡി ഇവിടുന്ന് എത്തീരത്തിൽ എൻട്രി ഉണ്ട്. ഞാൻ ആരും ഇല്ലാത്തോണ്ടാന്ന് പറയായിരുന്നു. അല്ല, ഞാൻ മുമ്പ് ചെയ്തിരുന്നു കേട്ടോ എത്തീരിയത്തില്, പിന്നെ ഒഴിവായതാണ്. വലിയൊരു ഇത് കിട്ടാത്തോണ്ട്. എത്തീരം നല്ല മൊമെന്റ് ഉണ്ട്. ഇപ്പൊ കണ്ട നല്ല മൊമെന്റ് ആണ്. ഇപ്പൊ ഈ ഒരു TP 1 ഇപ്പം ബ്രേക്ക് ആവും. കാലോട് കൂടി മാർക്കറ്റ് പോകും. നല്ല മൊമെന്റ് ഉണ്ട്. കുറെ സമയം ഈ ഏരിയ ബ്രേക്ക് ആവാൻ വേണ്ടി കുറെ സമയം കളിക്കുന്നു. TP 1 ബ്രേക്ക് ആയി കിട്ടും. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ TP 3 എത്തും എത്തീര്. പക്ഷെ ബീറിഷ് ഒക്കെ വരുന്നുണ്ട്. അടുത്തൊരു ക്യാൻഡിൽ വാച്ച് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ മാർക്കറ്റ് ബ്രേക്ക് സ്ട്രക്ചർ ബ്രേക്ക് ആയി കിട്ടുന്നില്ല. അതാണ് മേജർ പ്രശ്നം. പക്ഷെ അത് ബ്രേക്ക് ആവും. ചില ഞാൻ അവിടുന്ന് ഗോൾഡ് ഞാൻ എക്സിറ്റ് ആവാനുള്ള റീസൺ ഒരു റീസൺ എന്ന് പറഞ്ഞാല് BTC പമ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു മൈനസ് വരും ഗോൾഡിൽ. വെയിറ്റ് ചെയ്യാം. ഗോൾഡ് ഒരു ഏരിയ ഇനി ഒരു ഏരിയ ഞാൻ എന്തായാലും TP 1 ബ്രേക്ക് ആയിക്കാനല്ലേ ഗോൾഡിൽ എൻട്രീന് പ്ലേസ് ചെയ്യും. പക്ഷേ അതാണ് 100 സേഫ് ഉണ്ട്. മൂവ്മെന്റ് ഇല്ല. ഈ ക്യാൻഡിലൊക്കെ കണ്ടോ? ഇപ്പം വന്ന ഏകദേശം ഇപ്പം വന്ന ക്യാൻഡിലിന്റെ ഒരു കോലം കണ്ടോ? ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ക്യാൻഡിൽസ്. ഇപ്പൊ ഇവിടെ എത്തീരം കണ്ടോ? എത്തീരം ഇവിടെ സപ്പോർട്ട്. ഈ ക്യാൻഡിൽ നോക്കണം. ഈ ക്യാൻഡിൽ റെഡിൽ തന്നെ സപ്പോർട്ട് ആവുമെങ്കിൽ അവിടുന്ന് എത്തീരത്തിലും എക്സിറ്റ് ആവണം. അതൊരു പ്രശ്നമാണ്. ഓൾറെഡി 3 മിനിറ്റിന്റെ ക്യാൻഡിലായി അത്. ഇവിടെ ഒരു സപ്പോർട്ടായി, ഒരു ബിയർ സപ്പോർട്ട് വന്നു. അതൊരു പ്രശ്നം. ഇവിടെയൊക്കെ ഒരു ബുൾ സപ്പോർട്ട് ആണെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് നല്ല പമ്പ് ചെയ്യും. ഒരു ബിയറിന്റെ സപ്പോർട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തീരിയം മാർക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഗോൾഡിന്റെ അവസ്ഥ എന്താണ്?
തീരെ ഒരു മൂവ്മെന്റ് കാണിക്കുന്നില്ല. ഗോൾഡ് ഇപ്പൊ പിന്നെ ഇങ്ങനെ എന്താ പറയാ ഒരു ഫ്ലോയില് നിൽക്കുന്നല്ല, ഒരു മൂവ്മെന്റ് തരുന്നില്ല നമുക്ക്. നല്ലൊരു മൂവ്മെന്റ്സ് നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ കാണുന്നുണ്ട്, നോക്കാം. ഗോൾഡ് ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുന്നത്. കാളിങ് സേഫ് ഒക്കെ ആകുന്നുണ്ട്. തീരെ മൂവ്മെന്റിലേക്ക് വരുന്നുണ്ട്. കണ്ടീഷൻ മാറുന്നു. അധികം ഡൗട്ട് ചോദിക്കാട്ടെ. നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യുന്നില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്ന് എല്ലാ ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്യാം. സാറേ ഒരു സംശയം, നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഐക്കനാഷ് ക്യാൻഡിൽ സോഫ്റ്റ്വെയർ ഉള്ളത് ഐക്കനാഷ് ക്യാൻഡിൽ. അതുപോലെ നമ്മളെ ബ്രോക്കർ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ കണക്ട് ചെയ്യുന്നല്ലേ നല്ലത്? പേഴ്സണൽ കണക്ട് അതൊക്കെ തിങ്കളാഴ്ച ഇപ്പം നാളെ മറ്റന്നാൾ ജോയിൻ ചെയ്യുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ നമ്മൾ ഇത് തുടങ്ങും. എല്ലാ തിങ്കളാഴ്ചയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ സെക്ഷൻ കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും പിന്നെ അങ്ങോട്ടേക്ക് ലൈവ് തുടങ്ങും. ബ്രോക്കർ ഈസി ആണ് കേട്ടോ. എല്ലാം ബ്രോക്കർ ചെയ്യും. ഇപ്പൊ പെപ്പർ സ്റ്റോൺ ഒക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യും. പെപ്പർ സ്റ്റോണില് എനിക്ക് എത്തീലിയത്തിന്റെ നോക്കിയിട്ട് എനിക്ക് സെർച്ച് ചെയ്തിട്ട് എങ്ങനെ കിട്ടുന്നില്ല. കൊമോഡിറ്റിയിലാണോ പറയാം, നമുക്ക് നോക്കാം, ചെയ്യാം. തീരെ കണ്ട് ബിയർ സപ്പോർട്ട് എടുത്ത് കളിക്കാൻ മാർക്കറ്റ് അങ്ങോട്ട് പമ്പ് ചെയ്തില്ല. നല്ല മാർക്കറ്റാണ്. ഗോൾഡ് കയറിയില്ല സാറേ? ഗോൾഡ് കയറി, യെസ്, ഗോൾഡ് കയറിയിട്ടുണ്ട്. ഗോൾഡ് ഒരു മൂവ്മെന്റ് ആണെന്ന് കയറിയിട്ടുണ്ട്. യെസ് യെസ് യെസ്, അത് കയറൂട്ടാ, കംപ്ലീറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ, ഇനി അത് ആ ട്രേഡ് കംപ്ലീറ്റ് ആവും. കുഴപ്പമില്ല. നല്ല എൻട്രി ആണ്, നല്ല ട്രേഡായി. ഈ രീതിയിൽ ഞാൻ എൻട്രി എടുക്കും. കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്യാൻഡിൽ GP1 ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സപ്പോർട്ട് ഞാൻ അവിടെ എൻട്രി എടുക്കും. അതിന് പ്രശ്നമില്ല. മാക്സിമം കീപ്പ് ചെയ്യും. ആ ക്യാൻഡിൽ അവസാനിക്കലോട് കൂടിയും വെയിറ്റ് ചെയ്യും. അടുത്ത ക്യാൻഡിൽ വിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അടുത്ത ബോഡിയും കൂടി പുറത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ നല്ല എൻട്രിയാണ്. ഇനി മൂവ്മെന്റ് വന്നു കണ്ടില്ലേ, പെട്ടെന്ന് മൂവ്മെന്റ് ആവാറില്ല. എത്ര സമയം കളിച്ചു പെട്ടെന്ന്. അടുത്ത ക്യാൻഡിലും റോക്കറ്റും കൂടി വന്നൊരു സപ്പോർട്ടും കൂടി ആണെങ്കിൽ നല്ല പാങ്ങില് മാർക്കറ്റ് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആണ്. ഇതുണ്ട്. ഇത് SL അടിക്കണമെങ്കിൽ നേരത്തെ ഈ ഏരിയ നിന്നൊക്കെ SL അടിക്കണം. ഇത് കണ്ട, ഈ റിട്ടേൺ വന്ന ക്യാൻഡിലൊക്കെ SL അടിക്കേണ്ട സമയം നേരത്തെ കഴിഞ്ഞു. ഇത് SL അടിക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഈ ട്രേഡ് എടുത്തിട്ട് എക്സിറ്റ് ആയിരുന്നു. രണ്ടാമത് ഇപ്പൊ എൻട്രി എടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? രണ്ടാമത് എൻട്രി എടുക്കാന്ന് പറയുന്നത് അടുത്തൊരു ക്യാൻഡിൽ വരട്ട് TP1 മേലിലേക്ക്. ഞാൻ ഇപ്പോൾ ഒരു രണ്ടാമതൊരു എൻട്രി എടുത്തു. ഞാൻ നേരത്തെ എടുത്ത് എക്സിറ്റ് ആയ പ്രോഫിറ്റിൽ. ഇനി രണ്ടാമത് എൻട്രി എന്ന് പറഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ഈ TP1 മേലെ ഓപ്പണിംഗ് ആണെങ്കിൽ അതെന്ത് ചെയ്യുക,
അവിടുന്ന് എൻട്രി എടുത്തുകൊണ്ട് SL TP നേരെ താഴെ വെക്കാം. TP1 താഴെ SL കീപ്പ് ചെയ്യാം. അടുത്ത ക്യാൻഡിൽ മേലേക്ക് പോകണം. അടുത്ത ക്യാൻഡിൽ മേലെ ഓപ്പൺ ആവണം. ഓപ്പൺ ആവും. അത് മൂവ്മെന്റ് ഉണ്ട്. നേരത്തെ ഞാൻ എക്സിറ്റ് ആയിരുന്ന മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്സിറ്റ് ആയതാണ്. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു 350. SL എത്രയാണ് വെക്കുന്നത് സാറേ? എമൗണ്ട് പറയണേ. എമൗണ്ട് പറഞ്ഞുതരാം. അതായത് ഓപ്പൺ ആകട്ടെ. മാർക്കറ്റ് എൻട്രി എടുത്തിട്ട് SL മാക്സിമം നിങ്ങൾ ഈ ഒരു ഏരിയ കീപ്പ് ചെയ്യേണ്ടി വരും. എൻട്രി TP1 എടുത്ത് കഴിഞ്ഞാൽ വെച്ച ഏരിയ SL ഉണ്ടാവല് ഓൾമോസ്റ്റ് നിങ്ങൾ SL കീപ്പ് ചെയ്യാന്ന് പറയുന്നത് 45.95 ആ ഒരു ഏരിയ വരെ SL കീപ്പ് ചെയ്യണം. അവർക്ക് അടുത്ത ക്യാൻഡിലെ മേലെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഓപ്പണിൽ തന്നെ എടുക്കാം. മാർക്കറ്റ് എൻട്രി എടുക്കുക. പിന്നെ TP3 വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂവ്മെന്റ് ഉണ്ട്. ഇപ്പം വരും. അടുത്ത ക്യാൻഡിൽ ഇപ്പം വരും. ഫുൾ ഇപ്പം അടുത്ത ക്യാൻഡിൽ വരും. ഞാൻ ഗോൾഡ് മാത്രമാണ് കേട്ടോ പെപ്പർ സ്റ്റോണിൽ എടുക്കല്. ഞാൻ എത്തീരിയം BTC ഇതൊക്കെ എടുക്കല് ബിനാൻസിലാണ്. ഞാൻ ഇപ്പം ഗോൾഡ് മാത്രമാണ് പെപ്പർ സ്റ്റോൺ എടുക്കല്. ഈ ഏരിയ ബ്രേക്ക് ഏതാ ചോദിക്കുക. കാൻഡിൽ ഇപ്പൊ TP1 മേലെ പോയില്ലേ? അത് ക്യാൻഡിൽ ആ ഒരു അത് മാത്രമേ പോയിട്ടും അത് അടുത്ത ഓപ്പൺ ആവണം. ശരിക്കും പറഞ്ഞാല് അത് വിക്കാണ്. ബോഡി പകുതി ഇപ്പുറത്തായ ഉള്ളത്. നമുക്ക് ഇതിപ്പോ വരും. അടുത്ത ക്യാൻഡിൽ എവിടെയാണ്? അടുത്ത ക്യാൻഡിൽ അത് കിട്ടും. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ TP1 അടിച്ച ട്രേഡാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അതിന്റെ മേലെ ഒന്നും കൂടി അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് മേലേക്ക് തന്നെ പോകും. താഴേക്ക് വരൂല ക്യാൻഡിൽ. പക്ഷേ ഇത് ബോഡി എപ്പോഴും ഒന്നാവണം. ഇതിപ്പോ ഈ ഒരു ഏരിയ കണ്ട ഇവിടം വരെ വിക്ക് വന്നിട്ടുണ്ട്. നേരത്തെ പ്രീവിയസിന്റെ ഒക്കെ വിക്ക് ഇവിടം വരെ വന്നിട്ടുണ്ട്. ബോഡി അപ്പുറം പമ്പ് ചെയ്തെത്താന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്, വിക്കല്ല. മൂവ്മെന്റ് ഉണ്ട്. ആ ക്യാൻഡിൽ മൂവ്മെന്റ് ഉണ്ട്. ഓപ്പണായി. അടുത്തത് ഓപ്പണായി. അടുത്തത് റോക്കറ്റ് ഒക്കെ വരുന്ന കാണുന്നുണ്ട്. അത് നോർമൽ ക്യാൻഡിലാണ്. അടുത്തത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഓപ്പൺ ആകട്ടെ. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഇനി എൻട്രി എടുക്കണം. TP1 ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ഇവിടെ SL കീപ്പ് ചെയ്താൽ മതി. നേരെ ഈ ക്യാൻഡിലിന് താഴെ SL കീപ്പ് ചെയ്താൽ മതി. മാർക്കറ്റ് താഴേക്ക് വന്നാൽ കംപ്ലീറ്റ് ആവും. ഇവിടെ കീപ്പ് ചെയ്താൽ മതി. 46.01 SL വെച്ച് അത് ബ്രേക്ക് ആകുന്നില്ല. ആ ഏരിയ ബ്രേക്ക് ആകുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ആ ക്യാൻഡിൽ കണ്ട വീണ്ടും അതാണ് ആ ക്യാൻഡിൽ ആ ഒരു ഏരിയ ബ്രേക്ക് ആവാന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സൂപ്പർ മൂവ്മെന്റ് പോകും. റോക്കറ്റ് വന്നിട്ടുണ്ട്. നോർമൽ ക്യാൻഡിലൊക്കെ സൂപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവും. ഒരു ബൈ എടുക്ക. ഇപ്പൊ 46 നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ബൈ എടുക്കാതിരിക്കുന്നതല്ലേ നല്ല. ബ്രേക്ക് ആയിട്ട് എടുക്കണം. ബ്രേക്ക് ആയിട്ട് തന്നെ എടുത്താ മതി. അടുത്ത ക്യാൻഡിൽ കട്ട് ബ്രേക്ക് ആട്ടെ. ക്യാൻഡിൽ വീണ്ടും മൂവ്മെന്റ് കുറച്ചു. അതാണ് പ്രശ്നം. ക്യാൻഡിൽ വീണ്ടും മൂവ്മെന്റ് കുറഞ്ഞു. അത് ബ്രേക്ക് ആകുന്നില്ല മാർക്കറ്റ്. അതാണ് മേജർ പ്രശ്നം.
ബ്രേക്കായി കഴിഞ്ഞാൽ നല്ല മൊമെന്റ് വരും. രണ്ട് മിനിറ്റ് ക്യാൻഡിൽ കണ്ട ക്യാൻഡിൽ അപ്പുറം ഓപ്പൺ ആയിട്ട് അതാണ് ക്യാൻഡിൽ മേലെ ഓപ്പൺ ആയെങ്കിൽ നല്ല ഓപ്പണിങ് കിട്ടട്ടെ, എൻട്രി തന്നെ കിട്ടട്ടെ. നമുക്ക് നോക്കാം. അടുത്ത ക്യാൻഡിൽ മിക്കവാറും ഒരു റോക്കറ്റും അതേപോലത്തെ ഒരു ബുൾ സപ്പോർട്ടൊക്കെ വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ഈ ഏരിയ ബ്രേക്ക് ആവണം. ആയി സമയമായി. ഓൾമോസ്റ്റ് 45 മിനിറ്റായി. 1 മണിക്കൂറാണ് സമയം. ഈ 1 മണിക്കൂർ കൊണ്ട് ട്രെയിനിന് മൂവ്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ മൂവ്മെന്റ് ഇനി ഉണ്ടാവില്ല. ലാസ്റ്റ് ഒരു 10 മിനിറ്റിൽ 15 മിനിറ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ആ 15 മിനിറ്റ് തീരുമാനിക്കും അത് TP3 അടിക്കോ ഇല്ലയോ എന്നുള്ളത്. ഇനിയുള്ള 15 മിനിറ്റിൽ നമുക്ക് മനസ്സിലാവും. അടിക്കുന്നെങ്കിൽ 15 മിനിറ്റിൽ ആ ട്രേഡ് കംപ്ലീറ്റ് ആവും. അതല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അതൊന്നാവും സ്റ്റേബിളായിക്കൊണ്ട് അതിൽ കൂടുതൽ പോകില്ല. ബോസ് ഈ 1 hour ക്യാൻഡിലാണ് ഇനി 15 മിനിറ്റ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞേ. അല്ല 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 ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ്. നമ്മൾ ഈ ട്രേഡ് എടുത്തിട്ട് 1 മണിക്കൂർ ആവാനായി. ഓൾമോസ്റ്റ് ഒരു 1 hour ഈ ട്രേഡ് എടുത്തിട്ട് നമ്മൾ ആവാനായി. അല്ല ഈ 1 hour ക്യാൻഡിലുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇപ്പൊ നമ്മള് ക്യാൻഡിൽ ഇല്ല 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 ഇല്ല. അടുത്ത ക്യാൻഡിൽ തീരുമാനിക്കും ഇതിന്റെ മൂവ്മെന്റ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ക്യാൻഡിലോട് കൂടി തീരണം. 3 ക്യാൻഡിൽ ട്രേഡ് തീരണേ. ഇനി തീരുന്നെങ്കിൽ 3 ക്യാൻഡിൽ ട്രേഡ് തീരും. 3-4 ക്യാൻഡിൽ തീരണം. വെച്ചാൽ അത്രയേ ഉള്ളൂ. ടൈം ആയി ഏകദേശം. യെസ് എടുത്തോ എൻട്രി എടുത്തോ. എൻട്രി പ്ലേസ് ചെയ്തോ. എൻട്രി പ്ലേസ് ചെയ്യുക. SL ഇവിടെ വെക്കുക. എൻട്രി എടുത്തോ. SL ഇവിടെ വെക്കുക. SL ഇവിടെ കീപ്പ് ചെയ്യുക. എൻട്രി എടുക്കുക. പ്ലേസ് ചെയ്തോ. SL വെക്കേണ്ടത് ഇവിടെ എത്ര വെച്ചാൽ 45-97 വെച്ചാൽ എത്ര വെക്കണ്ടു. ധൈര്യമായിട്ട് എൻട്രി എടുത്തു. അതേപോലെ നല്ല മൂവ്മെന്റ് വരുന്നില്ല. മൂവ്മെന്റ് കുറവാണ്. ഇവിടെ മാർക്കറ്റ് താഴേക്കൊക്കെ വരിക. ഞാൻ പറഞ്ഞില്ല അവിടെ കയറുമ്പം BTC താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. യെസ് ഇതാണ് റിയാലിറ്റി. ഞാൻ പറഞ്ഞില്ല അതാണ് റിയാലിറ്റി. അവിടെ കയറുന്ന സമയം BTC ഇറങ്ങാൻ തുടങ്ങി. ഓക്കെ അതാണ് അതിന്റെ സത്യാവസ്ഥ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നോക്കാം. ഇത് പെട്ടെന്ന് മൂവ്മെന്റിൽ തീരണം ട്രേഡ്. ഇത് INS ലോഗിങ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് എൻട്രി ആയ നിങ്ങളതിൽ എന്താണ്? ഞാൻ പെർപെച്വൽ കോണ്ടാക്ടിൻ്റെതിലാണ് ഞാൻ ഉള്ളത്. വേണ്ട
ആണ്ടയിലും എന്താണ് അവസ്ഥ? റോക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ശരി. എത്തീരിയം BTC ഒക്കെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ, ഡൗൺ ടൗണിലേക്ക് വരാൻ തുടങ്ങി. എന്നാലേ കയറും. ഇത് എല്ലാ മാർക്കറ്റും ഒരുമിച്ച് കയറൂല. എത്തീരിയം BTC എല്ലാം ഒരുമിച്ചിട്ട് പോവില്ല. റോക്കറ്റ് മിന്നിയും താണൊക്കെ കളിക്കുന്നുണ്ട്. അടുത്ത ക്യാൻഡിൽ നമുക്ക് തിരിയും കേട്ടോ. അടുത്ത ക്യാൻഡിലും ആ റോക്കറ്റ് സ്റ്റേബിൾ ആയിട്ട് അടുത്ത ക്യാൻഡിൽ നമുക്കൊരു നല്ല ഇത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പവർഫുള്ളി കംപ്ലീറ്റ് ആവും. അടുത്ത 2 മിനിറ്റായി. പവർഫുള്ളി ആ ട്രേഡ് കംപ്ലീറ്റ് ആവും. ചോദിക്കാം, ഡൗട്ടുകൾ ചോദിക്കാം, കാര്യങ്ങൾ ചോദിക്കാട്ടാ. അടുത്ത ക്യാൻഡിൽ ഇപ്പം വരും. ആ ക്യാൻഡിലും കൂടി നമുക്ക് ഒന്നും കൂടി ഒരു റോക്കറ്റും കൂടി ആണെങ്കിൽ നല്ല മൂവ്മെന്റ് ഉണ്ടാവും. അടുത്ത ക്യാൻഡിലും കൂടി മൂവ്മെന്റ് വരണം. നെറ്റ്വർക്കിന്റെ എന്തോ ലോഡിങ് ആണ്. എന്താണ് അവസ്ഥ? നെറ്റ്വർക്കിന്റെ എന്തോ ലോഡിങ് ആവാണ്. നെറ്റ്വർക്ക് മാർക്കറ്റ് ഓക്കെയാണ്, പോസിറ്റീവ് തന്നെയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. അടുത്ത ക്യാൻഡിൽ ഇപ്പം വരും. ഓക്കെ, റോക്കറ്റ്. യെസ് മൂവ്മെന്റ് ഉണ്ടാവും. മൂവ്മെന്റ് ഉണ്ട്. നല്ല മൂവ്മെന്റാ. തീർക്കാം. അല്ല, വോയിസ് ഓക്കെ അല്ല? എന്റെ വോയിസ് കേൾക്കുന്നില്ല എല്ലാവർക്കും? യെസ് എല്ലാരും വൻ സൈലന്റ് അല്ലോ. ഭയങ്കര ഗൗരവമല്ലായിരുന്നു. ആകാംക്ഷയോട് കൂടി ഇരിക്കാന്നല്ലേ. യെസ് അങ്ങനെയാണ്. മൂവ്മെന്റ് പെട്ടെന്ന് എന്തായാലും മേലേക്കാണ് പോണത്. താഴേക്കൊന്നും വന്നില്ല. ഏരിയൊക്കെ ബ്രേക്കായി. പ്രീവിയസ് വരെ എന്തായാലും പോയേ പറ്റും. പക്ഷെ ഇതിന് പ്രീവിയസ് ഇല്ല. ഇതിപ്പോ ഓൾ ടൈം ഹൈയിലേക്കാണ് പോകുന്നത് മാർക്കറ്റ്. മാർക്കറ്റിന്റെ ഒരു ഫ്ലോക്ക് ഒരു സുഖമില്ല. മാർക്കറ്റ് അടിച്ച് കയറി കഴിഞ്ഞാൽ നല്ല ഫ്ലോയില് മാർക്കറ്റ്. ഏതാ ആണെങ്കിൽ നെറ്റ്വർക്കിനൊരു ഇഷ്യൂ. എക്സിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ എക്സിറ്റ് ആവണം. പിന്നെ വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. ഇതുവരെ വന്നിട്ടൊന്നുമില്ല. മൂവ്മെന്റ് അങ്ങനെ പോയി കിട്ടിയാൽ മതി. അങ്ങോട്ടും മിക്കവാറും ഉണ്ടല്ല, എനിക്ക് തോന്നുന്നു ഒരൊറ്റ പോക്ക് പോകാനൊരു ചാൻസ് കാണുന്നുണ്ട്. ഒരൊറ്റ
ഒരൊറ്റ ക്യാൻഡിൽ TP3 അടിക്കുന്ന ഒരു പോക്ക് പോകാനുള്ളൊരു മൊമെൻ്റാണ് ഞാനിങ്ങനെ ഈ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാകും. ഒരൊറ്റ ക്യാൻഡിൽ ഒരൊറ്റ പോക്കായിരിക്കും. ഇത് സിംഗിൾ വലിയൊരു ക്യാൻഡിൽ പമ്പ് ചെയ്യാനുള്ളൊരു എല്ലാ ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എനിക്കും തോന്നുന്നു സാറേ ഇപ്പൊ മിക്കവാറും റോക്കറ്റ് കയറാൻ ചാൻസ് ഉണ്ട്. അതാണ് സിംഗിൾ ക്യാൻഡിൽ ഒരൊറ്റ പോക്ക് ഒരൊറ്റ പോക്ക് പോകാനുള്ള ചാൻസ് ആണ്. പമ്പിങ് കണ്ടിട്ട് അതാണ് തോന്നുന്നത്. യെസ് ക്യാൻഡിൽ അവർ കണ്ടിട്ടാണ്. അതായത് MT5 ചാർട്ട് നോക്കുമ്പോഴേ ചാർട്ടിൽ ഭയങ്കര ഇപ്പൊ മേലോട്ട് കേറിയത് MT5 സ്പ്രെഡ് അധികം ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ നമ്മൾ സൂം ചെയ്താൽ ക്യാൻഡിൽ വലുതായി. സൂം ചെയ്ത് നോക്കുമ്പോ ക്യാൻഡിൽ വലുത് തന്നെ. അത് നോക്കാം നമുക്ക്. വെയിറ്റ് സിംഗിൾ ക്യാൻഡിൽ കളി ഇവിടെ തീരും. അതാണ് ഈ ചില നല്ല ക്യാൻഡിൽസ് ആണ്. ഇതൊക്കെ നല്ല ക്യാൻഡിലാണ്. നല്ല ബോഡി തന്നെയാണ്. നല്ല ബോഡിയിലെ ക്യാൻഡിലാണ് നോക്കുന്ന സമയം. അടുത്ത ക്യാൻഡിൽ വരേണ്ട ടൈമായി. ഇപ്പം വരും അടുത്ത ക്യാൻഡിൽ. നെക്സ്റ്റ് ക്യാൻഡിലിന് വെയിറ്റിംഗ് ആണ് എല്ലാവരും. നോക്കാം. ഒരു കാര്യം പറയാം, താഴേക്ക് എന്തായാലും പോകൂല. അത് വേറെ കാര്യം. ഇതിപ്പോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എൻട്രി ഇനി മെല്ലനെ ഞാനെന്താക്കുമോ SL ഒക്കെ ഇവിടത്തേക്ക് മെല്ലനെ എൻട്രിയിലേക്ക് നമുക്ക് മെല്ലനെ കൊണ്ടുവരാം. എൻട്രിയൊക്കെ ഞാൻ SL ഒക്കെ കുറച്ച് വരാം. അതായത് ഈ ഒരു ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്താൽ താഴേക്ക് തന്നെയാണ്. ഈ ലൈൻ ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴേക്ക് തന്നെയാണ്. അതിൽ കൂടുതൽ ചോദ്യം പറയാനൊന്നുമില്ല എനിക്ക്. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ വരുന്ന സമയം ഇവിടെ റൈസിങ് റിസ്ക്കും കാണിക്കും, കോൺഫ്ലിക്റ്റ് ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഇതിലൊന്നും നിൽക്കണം. നമ്മളെ എൻട്രി ഇനി കംപ്ലീറ്റ് ആവുന്നുള്ളത് തന്നെയാണ്. ഇതൊന്നും ഇതാക്കാൻ നിൽക്കണ്ട. റോക്കറ്റ് ഉണ്ട്, പോസിറ്റീവ് തന്നെയാണ്. Z സ്കോർ പോസിറ്റീവ് ആണ്. റിസ്ക് ഞാൻ പറഞ്ഞു, ഈ ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാലേ ഇനി താഴേക്ക് വരും. ഇതൊക്കെ ഈ ഒരു ഏരിയ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത ഏരിയയിലേക്ക് സപ്പോർട്ട് എടുക്കാൻ പോകും. ഒരു സ്ട്രോങ് ഇതേപോലത്തെ ഒരു സാധനം ഇവിടെ എവിടെയും വരുന്നുണ്ടെങ്കിൽ മാത്രം എന്നായാൽ മതി, അലേർട്ടായാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായ? ഇതേപോലത്തെ ഒരു സാധനം ഈ ക്യാൻഡിലിനോ ഇനി അടുത്ത ക്യാൻഡിലിനോ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അലേർട്ടായാൽ മതി. പിന്നെ അതല്ല ഇതേപോലത്തെ എക്സിറ്റ് വരികയാണെങ്കിൽ സ്പോട്ടിൽ എക്സിറ്റ് ആയിക്കോളാം. അതുവരെ ഹോൾഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇപ്പം എന്നാ ഈ ബോക്സ് ഒക്കെ മാറിയില്ലേ, ഗെയിമൊക്കെ മാറിയില്ലേ, ഹോൾഡ് ചെയ്യാം. ST എൻട്രി വന്നു. ഇവിടെ ഒരു ST എൻട്രി ഉണ്ട്, ഇവിടെ ഒരു ST എൻട്രി ഉണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുണ്ട്, ഈ ലൈൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ എൻട്രി എടുത്തോ. അവിടെ എൻട്രി തന്നിട്ടുണ്ട്, എൻട്രി തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, എല്ലാവരും കാണുന്നില്ല അത്. ഇതാ ST എൻട്രി. ഓക്കെ ഓക്കെ അല്ലേ? അത് ഇതാ ഹോൾഡ് ചെയ്യാം. ഇതെന്തായാലും കംപ്ലീറ്റ് ആവും. ഇനി കംപ്ലീറ്റ് ആകാണ്ട് പോയിക്കൂടാ. അടുത്തൊരു സപ്പോർട്ട് എടുക്കുന്നവരെ അടുത്ത പ്രീവിയസിൽ എവിടെയാണ് ഉള്ളത് അതുവരെ ഇത് പോകണം മാർക്കറ്റ്.
നെക്സ്റ്റ് ക്യാൻഡിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മയില്ല എല്ലാവർക്കും. വൻ പിൻ ഡ്രോപ്പ് സൈലന്റിലാണ് എല്ലാവരും. എന്ത് സംഭവിക്കുന്നില്ല. ആ ചിന്താഗതിയെ വിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനത്തെ ചിന്താഗതി ഇല്ലല്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല. പോകുന്നെങ്കിൽ $300 പോകും. അത് ഞാൻ തീരുമാനിച്ചതാ. ഓൾറെഡി ഈ ട്രേഡിൽ കയറുമ്പോൾ ഞാൻ തീരുമാനിച്ചു $300 പോകും. കിട്ടിയാണെങ്കിൽ എന്തായാലും കിട്ടും ചെയ്യും. ഞാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. അത് അങ്ങനെയാണല്ലോ ട്രേഡില് നമ്മള് റിസ്ക് റിവാർഡല്ലേ. യെസ്, ട്രേഡിൽ എപ്പോഴും റിസ്ക് ഉണ്ട്, നമ്മള് റിവാർഡും കിട്ടും. അത്ര ഇങ്ങനെ നോക്കാം. ഞാൻ പറഞ്ഞ 2 പോയിന്റ്, അതായത് റെഡ് ഒരു ബിയറിന്റെ സപ്പോർട്ട് വരികയാണെങ്കിൽ സ്പോട്ടിൽ എക്സിറ്റ് ആവാം, പ്രോഫിറ്റിൽ എക്സിറ്റ് ആവും. ഞാൻ ഇനി അതല്ല അവിടെ എക്സിറ്റ് കാണിക്കുകയാണെങ്കിൽ എക്സിറ്റ് ആവും. ഈ 2 വരുമ്പോൾ ഞാൻ ഡിസിഷൻ എടുക്കും. സാർ ഇപ്പൊ $300 ഇത് വെച്ചില്ലായിരുന്നോ സ്റ്റോപ്പ് ലോസ്? അത് എത്ര ക്വാണ്ടിറ്റിക്കാണ് ഇപ്പൊ വെച്ചത്? 1 ലോട്ട് ഉണ്ട്. 1 ലോട്ടിനല്ലേ? ഇപ്പം ബോക്സിൽ റൈസിങ് റിസ്ക് ഒക്കെ കാണും. അത് ഒരു ഏരിയ മാത്രം സ്റ്റേബിൾ ഡോമാണ് കേട്ടോ. ഇത് ഇന്റലിജൻസ് ബോക്സ് ആണ്. റൈസിങ് റിസ്ക് ഒക്കെ കാണിക്കുന്നത് പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഫുള്ള് ഗ്രീനാണ്. സ്ട്രോങ് സപ്പോർട്ടും ഉണ്ട്. റോക്കറ്റ് അടുത്ത ക്യാൻഡിൽ ഇപ്പം വരും. അതും റോക്കറ്റ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത ക്യാൻഡിൽ വിത്തിൻ സെക്കൻഡ്സ്. സാർ എത്ര മിനിറ്റ് ക്യാൻഡിലാണ്? റോട്ടൊക്കെ വരുന്നുണ്ട്. 5 മിനിറ്റിന് ക്യാൻഡിലല്ലേ. റോക്കറ്റ് വരും. ക്യാൻഡിൽ 5 മിനിറ്റ് തന്നെയാണ്. ഞാൻ ഹൈക്കാൻ നോർമൽ ഇട്ട അവസ്ഥ ഇവിടെ എന്തൊക്കെ എക്സോസ്റ്റ് റോക്കറ്റൊക്കെ നോർമൽ നോക്കണം. നോർമൽ ക്യാൻഡിലേക്ക് നമ്മൾ പോയേ വേണം. റോക്കറ്റ് മൊമെന്റ് ഇപ്പൊ റോക്കറ്റ് വന്നിരിക്കുന്ന ഇപ്പോഴുള്ള ക്യാൻഡിലാണോ അല്ലെങ്കിൽ മുന്നിലത്തെ ക്യാൻഡിലാണോ? ഇപ്പുള്ള ക്യാൻഡിൽ ഇപ്പൊ റണ്ണിങ് ക്യാൻഡിലാണ് റോക്കറ്റ് പറയുന്നത് അല്ലേ? റണ്ണിങ് ക്യാൻഡിൽ തന്നെ. ഇത് റണ്ണിങ് ക്യാൻഡിലാണ് കേട്ടാ വന്നത്. അത് നോക്കറ, അതിന്റെ ചിഹ്നം നോക്കറ അതിന്. ആ ക്യാൻഡിൽ കണ്ട. ഓക്കെ, റണ്ണിങ് ക്യാൻഡിലാണ് റോക്കറ്റ് ഉള്ളത്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? 1 2 3 ഈ 3 ക്യാൻഡിലാണ് റോക്കറ്റ്. ഇവിടെ സപ്പോർട്ട് വന്നു, ബുൾ സപ്പോർട്ട് വന്നു. ഈ ക്യാൻഡിലിൽ ബുൾ സപ്പോർട്ടാണ് വന്നത്. നമ്മൾ ആദ്യത്തെ ക്യാൻഡിൽ ബ്രേക്ക് ഇവൺ ആകുന്ന ക്യാൻഡിൽ ബുൾ സപ്പോർട്ടാണ് വന്നത്. അടുത്ത ക്യാൻഡിലിന് റോക്കറ്റ് വന്നു, വീണ്ടും റോക്കറ്റ് വന്നു. ഇപ്പോഴത്തെ ക്യാൻഡിൽ റോക്കറ്റ് വന്നു. ഓക്കെ അല്ല, കൺഫ്യൂഷൻ പോയില്ലത്. നമുക്കുണ്ടല്ലോ
ഒരു പ്രതീക്ഷ എനിക്ക് ആ പ്രതീക്ഷ ഒരു മൊമെന്റ് കാണുന്നില്ല. ഒരു പ്രതീക്ഷ ഒരു സാധനം കിട്ടുന്നില്ല. ഞാൻ ഒരു സാധനം പ്രതീക്ഷ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇത് ലാഗ് അടിപ്പിച്ച് കൊണ്ടുപോവാ ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ ഇരിക്കാന്നുള്ളത് തന്നെയാണ് നമുക്ക് ട്രെയിൻ എടുത്ത് കഴിഞ്ഞത്. ഇതേപോലെ ഇരുന്ന് കഴിഞ്ഞാല് കൂളായിട്ട് ഇരിക്ക, പ്രശ്നമില്ല. ഇന്നലെ പിന്നെ എല്ലാ ദിവസവും ഈ ബാച്ചിൽ എല്ലാ ദിവസവും എൻട്രി ഉണ്ടായിരുന്നു കേട്ടാ. ഈ ബാച്ചുകാർക്ക് നമ്മളെല്ലാ ദിവസവും നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ബാച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും നമുക്ക് ഉണ്ട്. കഴിഞ്ഞ ബാച്ചിലൊന്നും ഇതില്ല. കഴിഞ്ഞ ബാച്ചിനാകെ നമുക്കൊരു 3 എൻട്രി ഉണ്ടായിട്ടു. കഴിഞ്ഞ ബാച്ചിലൊക്കെ ബാക്കി 2 ദിവസം ഉണ്ടായിട്ടില്ല. നമ്മൾ വിചാരിച്ച പോക്ക് നോക്കെ നമ്മൾ വിചാരിച്ച ഗെയിമിലേക്ക് മാർക്കറ്റ് മാറ്റുന്നു. യെസ് അടുത്ത ക്യാൻഡിൽ മാർക്കറ്റ് പോകണം. ഞാൻ വിചാരിച്ച മൂമെന്റ് ഇതാണ്. നല്ല എസ്സലൊക്കെ നോക്കാൻ എസ്സലൊക്കെ മാറ്റി വെക്കാം. ഓക്കെ, ലോസില്ലാത്ത പോലത്തേക്ക് ഞാൻ എസ്സല് കീപ്പ് ചെയ്ത് കൊണ്ടുവച്ചു. TP2 അടിക്കണം. TP2 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ. TP2 എത്രയാണ് സാറേ? TP2 4616 ആണ് TP2. പോട്ടെ ഇതാണ് TP2 വരുന്നത്. 4616 TP2. അടുത്ത ക്യാൻഡിൽ ഇപ്പം വരും. അടുത്ത ക്യാൻഡിൽ TP2 ഹിറ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു ഞാൻ കാണുന്നത്. അടുത്ത ക്യാൻഡിൽ TP ഞാനെന്നാക്കി ഞാൻ SL ട്രിഗർ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ SL ട്രിഗർ ചെയ്ത് $233 ഞാൻ എന്നാക്കി പ്രോഫിറ്റ് കീപ്പ് ചെയ്ത് വെച്ചു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ട്രിഗറിങ് സിസ്റ്റം എന്താണെന്നുള്ളത്. നേരത്തെ ഒരു $333 ഞാൻ ആക്കി എടുത്തിട്ടാണ് TP1 എന്ന് ഇറങ്ങിയത്. രണ്ടാമത്തെ അതാ അടുത്ത ക്യാൻഡിൽ റോക്കറ്റ്. ഇത് ഇപ്പം TP2 അടിക്കും. ഇനി ഞാൻ മെല്ലെ എന്നാക്കും SL ഞാൻ എന്നാക്കി ഒരു $358 ഞാൻ കൊണ്ടുപോകും. പ്രോഫിറ്റ് ഞാൻ മെല്ലെ എന്നാക്കലായി. ഞാൻ കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. നിങ്ങൾ എല്ലാവരും വെക്കണം കേട്ടാ. എല്ലാവരോടും വെക്കാനാ പറയുന്നത്. ഞാൻ പ്രോഫിറ്റ് മെല്ലെ അങ്ങോട്ട് ഇത് ആക്കി ട്രിഗർ ചെയ്ത് കൊണ്ടുവരാം. SL ഓക്കെ അല്ലേ? SL ട്രിഗർ ചെയ്ത് കൊണ്ടുവന്നില്ല എല്ലാവരും. SL ട്രിഗർ ചെയ്താ ട്രേഡ് എടുത്തവരൊക്കെ SL ട്രിഗർ ചെയ്ത് കൊണ്ടുവരുതാ. ഇവിടത്തേക്കാ ഒരു 4607 കൊണ്ടുവരാം. മേലേക്ക് കൊണ്ടുവരാം. എന്താണ് ആരും ഒരു അനക്കമില്ലല്ലോ. എല്ലാരും വൺ സൈലന്റ് അല്ലേ. ഒരു അനക്കം ഒരാളെയും ഒരു ശബ്ദമില്ല. എല്ലാരും ട്രേഡിൽ ഇരിക്കുവോ സാറേ? അതാ
ട്രേഡ് ഇതിപ്പോ കംപ്ലീറ്റ് ആവോ അതോ എക്സിറ്റ് ആവോ നോക്കിയിരിക്കുക സാറേ. കംപ്ലീറ്റ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് കംപ്ലീറ്റ് ആവുന്നേ. ഞാൻ ആരല്ലേ ഇത് പറഞ്ഞത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവുന്ന ഞാൻ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എനിക്കിപ്പോ തീരെ ടെൻഷൻ ഇല്ലല്ലേ. ഞാൻ $400 എടുത്ത് വെച്ചു ഓൾറെഡി. അത് ഓൾറെഡി എന്റെ ബാങ്കിൽ കയറി. സാറേ എന്തായാലും കയറി. അത് നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചില്ലേ. ഇനി അതിന്റെ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. കിട്ടിയേ കിട്ടും അത്ര തന്നെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇത്രയും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഇല്ലു. ഇതിനെയാണ് എല്ലാരും ഭയങ്കര നമ്മളിത് നോക്കിയെടുക്കണമെന്നേ ഉള്ളു. അല്ലാതെ നോക്കാതെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് പണി പാടും. അത്ര തന്നെ. ഇപ്പൊ നമ്മളിപ്പോ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കിയിട്ട വന്നിന് അവിടെ കാര്യങ്ങൾ എടുത്ത് വെച്ച് നമ്മള് ഇപ്പൊ നേരത്തെ ഇവിടെ ഉണ്ടായി. ഞാന് ഇവിടെ ഇപ്പൊ നമ്മള് സാധാരണ ഞാൻ പറഞ്ഞു നേരത്തെ എല്ലാവർക്കും ഉണ്ടാകും 5 മിനിറ്റ് കഴിഞ്ഞിലാണ് ഹൈക്കനാഷിൽ ക്യാൻഡിൽ വരുത്തുന്നുള്ളൊരു പ്രശ്നം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ ഇപ്പൊ ഈ നോർമൽ ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായി, ഇവിടെ SL അടിച്ചു. പക്ഷെ SL അടിച്ചതിന് അടുത്ത എൻട്രി കിട്ടുകയും ചെയ്യും. ഈ എൻട്രിയിൽ കയറിയും വേണം. അതാണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിനൊന്നായിട്ടില്ല. ആ SL അടിക്കേണ്ട സിറ്റുവേഷനിലേക്ക് നിർത്തിയിട്ടില്ല. അതാണ് ആ ട്രേഡ് തന്നെ കംപ്ലീറ്റ് ആയി. അതായത് ഈ എൻട്രി വന്നത് ഓൾമോസ്റ്റ് വന്നത് ഒരു 7 മണിക്ക് വന്ന എൻട്രി. സമയം എത്ര? 9:30 സമയം എടുത്തത്. കംപ്ലീറ്റ് ആയിട്ട് ടൈം എടുത്തു എന്നുള്ളൂ. അത്ര തന്നെ. അടുത്ത ക്യാൻഡിലോട് കൂടി TP2 എത്തുന്നാവണം, കംപ്ലീറ്റ് ആവണം. നിങ്ങൾക്ക് ഈ ഡൗട്ടുകൾ എന്താണ്? ഇപ്പം എല്ലാവർക്കും ഇപ്പൊ ഓക്കെ അല്ലേ? കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത് ഓക്കെ ആണല്ലോ. യെസ് തന്നെ. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയത്ത് മാത്രം ട്രേഡ് എടുക്കാം. ആ ഒരു കാര്യം മനസ്സിലായി എല്ലാവർക്കും. വൃത്തിക്കൊരു സമയം, ടെൻഷൻ ഇല്ലാത്ത സമയം ഇരുന്നാലും വൃത്തിക്ക് ട്രേഡ് കിട്ടും. അത് കയറും. ഇനി ഇവിടുത്തെ കയറും. ഇവിടുന്ന് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബൈഎസ് വാങ്ങിക്കായി. ഇത് പോകും. ഇത് TP3 അടിക്കും. ഇത് വീണ്ടും വീടുന്ന എൻട്രിയാ. എക്സോസ്റ്റ് വരുന്നുണ്ട്. എക്സോസ്റ്റ് വരുമ്പോഴാണ് ഒരു ആക്ടിവിറ്റി നടക്കുമ്പോഴാണ് എക്സോസ്റ്റ് വരുത്ത്. അത് മനസ്സിലാക്കുക. ആക്ടിവിറ്റി നടക്കുമ്പോഴാണ് എക്സോസ്റ്റ് വരുത്ത്. നല്ല നന്നാക്കുക. SL പൊന്തിച്ച് കൊണ്ടുവരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ SL നല്ല ട്രിഗർ ചെയ്ത് കൊണ്ടുവരാം. ആക്ടിവിറ്റി നടക്കുമ്പോഴാണ് എക്സോസ്റ്റ് മാർക്കറ്റിൽ ഫോം ചെയ്യല്. നോട്ട് ചെയ്യാട്ടാ. ഓക്കെ. ആക്ടിവിറ്റി ബാക്കിൽ നടക്കുമ്പോഴാണ് എക്സോസ്റ്റ് ഫോമിങ് വരുന്നത്. Modified, yes. SL ട്രിഗർ ചെയ്ത് കൊണ്ടുവരും കേട്ടാ. ഞാൻ ഓൾറെഡി ട്രിഗർ ചെയ്ത് കൊണ്ടുവന്നു. $531 ഓൾറെഡി കീപ്പ് ചെയ്തു. എത്ര പേരാണ് ഇപ്പൊ ഉള്ളത് ഇതില്? 12 ആൾക്കാർ. ആള് പറഞ്ഞു സാർ 9 പേര്. അതൊക്കെ വരും. കുഴപ്പമില്ല. ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്.
നമുക്ക് ഞാൻ പറഞ്ഞേ നമുക്ക് 50 ആളോ ഒരു 5 ആളായി കഴിഞ്ഞിട്ട് അതൊന്നും പ്രശ്നമല്ല. ഇവരെ ഉണ്ടാവും ലാസ്റ്റത്തെ ബാച്ചിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ല ആള് മതി നമുക്ക്. അത്ര വേണം, ഒരു ബാച്ചിൽ 5 ആൾ കിട്ടിയാൽ മതി. അത്രയും വേണം. കുറെ ആളൊന്നും ഉണ്ടായിട്ട് കുറേ ആളുണ്ടായാലും പ്രശ്നം. നമുക്ക് കുറച്ച് 5 ആള് മതി. പാഷനായിട്ടുള്ള ആൾക്കാരും മതി. അല്ലാതെ ഒന്നും ഈ പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കില്ല. ടൈം ഈസ് മണി എന്നാണല്ലോ. 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു, അതിന്റെ എമൗണ്ട് നമ്മൾ എന്താക്കുന്നു, എടുക്കുന്നു, ഇറങ്ങുന്നു. അടുത്ത ക്യാൻഡിലും കൂടി വരാം. 2 മിനിറ്റ്. യെസ്, ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ഞാൻ ട്രേഡ് ക്ലോസിംഗ് ആണ്. ഇപ്പോൾ 1 മണിക്കൂറും 15 മിനിറ്റും ആയി. 1 മണിക്കൂർ ആയിട്ട് ശരിക്കും നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഇനിയുണ്ട് കുറച്ച് സമയം കൂടെ എടുക്കണം. 1 മണിക്കൂർ ആയെന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി എടുത്തത്. TP1 85 എടുക്കുന്നത്. 50-55 യെസ്. TP2 ഹിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞ TP2 കംപ്ലീറ്റ്. ഇനി അടുത്ത TP3യിലേക്കുണ്ട്. അത് മൂവ് ആയിട്ട് TP2 ഹിറ്റ് ചെയ്തൊന്ന് മാർക്കറ്റ് പോകും. TP2 വിജയകരമായി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പതിയെ എന്നാക്കാം പ്രോഫിറ്റിനെ അങ്ങോട്ടേക്ക് സേവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട്? TP2 അടിച്ചില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ലൈൻ മറികടന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആർക്കും ഒരു അനക്കമില്ലല്ലോ. എനക്കുണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട്. TP1 കവർ ചെയ്താൽ TP3 ഹിറ്റ് ആവും. അല്ല, അങ്ങനല്ല, ഞാൻ അങ്ങനല്ല പറഞ്ഞ. കവർ ചെയ്തല്ല, ലൈൻ വരച്ചില്ല. ലൈൻ മറികടക്കണം. ഓക്കെ, ലൈൻ മറികടക്കണം വെച്ചാല് സിമ്പിൾ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം, മനസ്സിലാക്കാം. സപ്പോർട്ട് അല്ല അത്. അതായത് ഇവിടെ എന്താണുള്ളത്, ഒരു ബിയറിനെ കണ്ട, ഇവിടെ ഒരു ബിയർ കണ്ട ലെഫ്റ്റ് സൈഡില്. ഈ ബിയറിന് നേരെ ഒന്നെങ്കിൽ ഈ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ വരണം. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഈ TP1ന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ബിയർ ചിഹ്നം കൂടി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരും. വീണ്ടും ഒരു സപ്പോർട്ടായി. ഇവിടെ ഇപ്പൊ BTC എത്തിയിലൊക്കെ താഴേക്ക് വന്നു. അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എന്ത് സംഭവിച്ചു? ഇത് കണ്ട, സപ്പോർട്ട്. ഇത് താഴേക്ക് പോകുന്നതിന്റെ പ്ലസ് ആണ് അപ്പുറം കാണുന്നത് നമ്മള്. ഇത് എത്രത്തോളം താഴേക്ക് പോകും, അത് അത്രത്തോളം അപ്പുറം പമ്പ് ചെയ്യും. മനസ്സിലായ? അമ്മമാര് എത്രത്തോളം താഴേക്ക് പോകുന്നു, ഗോൾഡ് അത്രത്തോളം ഇവിടെ പമ്പിങ് നടക്കും. TP2 കംപ്ലീറ്റ് ആവും. ഇത് ഇവിടെ പോകാനത് കംപ്ലീറ്റ് ആകും. SL എല്ലാം അങ്ങോട്ട് ഞാൻ അങ്ങോട്ടേക്ക് $700 ആക്കി. എത്ര ആക്കി? ഓരോരുത്തർ എത്ര ആക്കി? ഇനി പറഞ്ഞു, ഇനി റിവീൽ ചെയ്യാം. ഞാൻ 750 ആക്കി. 750ഉം 350. എൻ്റെ ഇപ്പോഴത്തെ 1 മണിക്കൂറിന്റെ ഇതാണ് എൻ്റെ റിട്ടേൺസ് ആണ്. ഇനി 1 മണിക്കൂർ 750ഉം 350, 1100 സെക്യൂർഡാ. വൃത്തിക്ക് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് $1100 എന്ന് പറയുന്നത് ചില്ലറ പൈസ അല്ലല്ലേ? അത് വലിയൊരു പൈസ. ഞാന് .1 ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സാറേ. ഞാൻ $70 ക്ലോസ് ചെയ്ത്. TP2 ക്ലോസ് ചെയ്തിട്ട് .05 ഇട്ട് പകുതിയാക്കി, റിസ്ക് കുറച്ചിട്ട്, എന്നിട്ട് അതിന്റെ താഴെ വെച്ച് സ്റ്റോപ്പ് ലോസ്. എല്ലാം TPക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം. നമുക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ
ക്യാപിറ്റലിലും എല്ലാം നമുക്ക് കൊണ്ടുപോകാം. എക്സോസ്റ്റ് വന്നു, വീണ്ടും എക്സോസ്റ്റ്. അവിടെ എന്തോ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. സംതിങ് അവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. എക്സോസ്റ്റ് വരുന്നുണ്ട്, ആക്ഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ അന്നേരം മനസ്സിലാക്കാം. ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്, എക്സോസ്റ്റ് വന്നു, വീണ്ടും എക്സോസ്റ്റ് വന്നു. മിക്കവാറും ഒരു ഗിയർ സപ്പോർട്ട് വരാം. പ്രീവിയസ്ലി ആ ഏരിയയിൽ ഗിയർ സപ്പോർട്ട് ഉണ്ടാവാൻ ചാൻസ്. ഒരു മണിക്കൂർ കൊണ്ട് എത്ര? 1100? 1150. വീണ്ടും കൂടി. ക്യാപിറ്റൽ ഇത് 1 ലോട്ട് ഉണ്ട്. 0.1 അല്ല 1 ലോട്ട് ഉണ്ട്. 1 ലോട്ട്. ഓക്കെ, 1 ലോട്ട് പറയുമ്പോ 10. 0.1 × 10 അല്ലേ? യെസ്. എന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈ ക്യാപിറ്റൽ ലോ പ്രോഫിറ്റ് ആണ്. മിനിമം $20,000 ഞാൻ ക്യാപിറ്റൽ വെക്കും. വെച്ചാല് ക്യാപിറ്റൽ ഇൻക്രീസ് ആകുന്നതോടു കൂടി നമുക്ക് അതിൽ ചെറിയൊരു എമൗണ്ടിന് എടുക്കുന്നല്ലോ പ്രോഫിറ്റ് ആക്കിയിട്ട്. ഞാൻ SL അങ്ങനെയാണ് വെക്കല്. ഞാൻ SL കീപ്പ് ചെയ്യും. എല്ലാത്തിനും ഒരൊറ്റ SL ആയിരിക്കും. $300 ആണെങ്കിൽ 250 ഞാൻ എല്ലാത്തിനും ഒരൊറ്റ പാറ്റേൺ SL ആയിരിക്കും. അപ്പൊ കുഴപ്പമില്ല. ഒരു $20,000 ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് $20,000 നഷ്ടപ്പെടണമെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 100 ട്രേഡ് ഒരുമിച്ച് തോക്കേണ്ടി വരും. SL അടിക്കേണ്ടി വരും. പോവില്ല. ഓൾമോസ്റ്റ് ഇതാ ഞാൻ എന്റെ എക്സിറ്റ് ആയി കേട്ടാ. ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആയി. $850 ഞാൻ കയറ്റി വെച്ചു. $850 എന്റെ എക്സിറ്റ് ആയി ട്രേഡ്. ഓക്കെ, എക്സിറ്റ് ആകുന്നവർക്ക് എക്സിറ്റ് ആകും. എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. TP2 എത്തി. എല്ലാവർക്കും എക്സിറ്റ് ആയിക്കും. എക്സോസ്റ്റ് വന്നു, ക്യാൻഡിൽ മാറുന്നുണ്ട്. എക്സിറ്റ് ആയിക്കും. മതി 1 മണിക്കൂർ ഇരിക്കണ്ടും. എക്സിറ്റ് ആയിക്കും എല്ലാവരും. മതി. ഓക്കെ അല്ലേ? കാര്യങ്ങൾ ഓക്കെ ആണല്ലോ എല്ലാവരും? യെസ്. അടുത്തൊരു സെല്ല് എവിടെ വന്നിട്ടുണ്ട്? UTC ഒരു സെല്ല് എൻട്രി വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇപ്പൊ അവിടെ ഒരു ബിയർ വരും. ഇപ്പൊ ഒരു ബിയർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. BTC ഒരു സെൽ എൻട്രി വന്നിട്ടുണ്ട്. പക്ഷെ വീക്ക് ആണത്, സ്ട്രോങ് ഇല്ല. ഇവിടെ കഴിഞ്ഞു. ഇതിപ്പോ അവിടെ ഒരു എന്ത് വരും? ബിയർ വരും. എക്സിറ്റ് ആയി എല്ലാവരും? ഇപ്പൊ എന്താണ് എല്ലാരും എങ്ങനെയുണ്ട് കാര്യങ്ങള്? കളറാണ് സാറേ, കളറാ, എല്ലാം കളറാ. അത്രേ ഉള്ളൂ. ഇതാണ് ട്രേഡ്. എന്റെ കോൺസെപ്റ്റിൽ ഇതാണ് ട്രേഡിങ്. ഇത്രേ ഉള്ളൂ. ഒരു ആരോ റെഡ് ആരോ വന്നില്ല സാറേ താഴോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞേ എക്സോസ്റ്റ് വന്നാടെന്തോ നടന്നിട്ടുണ്ട്. എന്തോ ഒരു പെശക്ക് നടക്കുമ്പോഴാണ് എക്സോസ്റ്റ് വരുത്ത്. അതിന്റെ ഇപ്പൊ റിസൾട്ട് കാണും ചെയ്തതാ. ബുള്ള് വന്നു. റെഡ് ഇല്ലേ? ബുള്ള് വന്ന് മാർക്കറ്റ് അവിടെ ഇത്രേ ഉള്ളു കാര്യങ്ങൾ. ഇത്ര സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങളും ഇപ്പൊ ഇതാക്കിയത്. ഒരു ട്രേഡ് എടുത്തില്ലേ? വളരെ വളരെ സിമ്പിൾ. വളരെ സിമ്പിൾ. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ക്ലിയർ ആയിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്താണ് ഹൈക്കനാഷ് ഇടുന്നതിന്റെ കാര്യം എന്നുള്ളത്. ഈ നോർമൽ ക്യാൻഡിൽ ഇടാത്തതും ഞാൻ ഇടാത്തതും ഹൈക്കനാഷ് ഇടുന്നതും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് മനസ്സിലായല്ലോ. അതായത് ഇപ്പം നോർമൽ ക്യാൻഡിൽ 2 എൻട്രി വന്നു, ഇവിടെ 3 എൻട്രി. 1 2 3 3 എൻട്രി വന്നു. എവിടെ? നോർമൽ ക്യാൻഡിലില്. പക്ഷെ ഹൈക്കനാഷിൽ ഒരു എൻട്രിയെ വന്നിട്ട് ഇതാ ഈ ഒരൊറ്റ എൻട്രി. യെസ്. അതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം ഇനി നിങ്ങളുടെ കാര്യം നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ഇപ്പൊ ഏകദേശം മനസ്സിലായി. ഏകദേശം എല്ലാവരും 60-70% മനസ്സിലായില്ലേ? എല്ലാം ഓക്കെയാണ് സാർ. ഓക്കെയാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് കാര്യങ്ങൾ, അതായത് ഈ ബോക്സ് ഇത് നമ്മളെ ഇതിലുള്ള കാര്യങ്ങള്
നമ്മുടെ ഇതിലുള്ള ഇത് കിട്ടാത്തവർ ഞാൻ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി ഫോർവേഡ് ചെയ്യാം. ഇതൊന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാം. ഇതിൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എന്താണ് എങ്ങനെയാണ്. വോയിസ് നമ്മളെ ഇതുണ്ടല്ലോ, ഞാനൊരു PDF അയച്ചിട്ടുണ്ടല്ലോ ഗ്രൂപ്പില്. ഞാൻ ഗ്രൂപ്പിലിട്ടൊരു PDF ഉണ്ട്, ചെക്ക് ലിസ്റ്റ്. നമ്മളെ ഒരു PDF കാണുന്നുണ്ടോ? അപ്പൊ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിന്ന് ലാസ്റ്റ് ഡേ ആണ്, ഇന്നത്തെ ബാച്ചിന്റെ ലാസ്റ്റ് ഡേ ആണിത്. ഇന്നത്തെ ബാച്ചിന്റെ ലാസ്റ്റ് ഡേ ആണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെയുണ്ട്? ഇതിലിപ്പോ എത്ര ആൾക്കാർ നമ്മള് ടൂള് പർച്ചേസ് ആൾക്കാരുണ്ട്? പ്രമോദ് ഭായി നമ്മളെ പിന്നെ പഴയ കസ്റ്റമർ ആണ്. യെസ്, ഇതിൽ നമുക്ക് ടൂൾ ഇതാക്കി. പ്രമോദ് ഭായിയാണ് നമ്മളെ പഴയ ഫസ്റ്റ് കസ്റ്റമർ. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ട്. നിങ്ങളൊക്കെ നമ്മള് പുതിയ ബാച്ചിലെ ആൾക്കാർ. പുതിയത് കണ്ടു പഠിക്കുന്ന. യെസ്, പുതിയ ബാച്ചാണ്. ഞാനും വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. എല്ലാം നമുക്ക്. അപ്പൊ എന്തായാലും തിങ്കളാഴ്ച മുതൽ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കും ഞാൻ കേട്ടോ. എല്ലാവരും തിങ്കളാഴ്ച ഗ്രൂപ്പിലേക്ക് കയറുക. അതിന്റെ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് അതിൽ നമ്മളെ ഈ എൻട്രീസും കാര്യങ്ങളും, അതായത് കറക്റ്റ് അതിൽ കാര്യങ്ങൾ വരും. ഒരു എൻട്രി വരുമ്പം എന്തൊക്കെയാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം. എൻട്രി വരുന്നത് ചില മിസ്സാകുന്നുണ്ടെന്നുള്ളത് അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ഇതില് എല്ലാ എൻട്രി അതിൽ മെൻഷൻ ചെയ്യോ, അല്ലെങ്കിൽ 100% ആക്യുറസിൽ എൻട്രി മാത്രം? അത് ആക്യുറസിൽ എൻട്രി മാത്രമാണ്. അത് അതിൽ മെൻഷൻ ചെയ്യും. അത് വരുന്ന സമയം കറക്റ്റ് ചെക്ക് ലിസ്റ്റ് കറക്റ്റ് അതിൽ വരും. അത് ഓട്ടോമാറ്റിക് തന്നെ 24/7 എല്ലാം ഇന്റലിജന്റ്. ആരും ഒരാൾ ഇരുന്ന് പണിയെടുക്കലൊന്നുമില്ല. നേരെ ഇതിൽ വരുന്ന സാധനം അതിൽ നേരെ വരും. അഡ്വാൻസ് ടെക്നോളജിയുടെ കാലത്ത് നമ്മൾ പിന്നെ അഡ്വാൻസ് കിട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാ കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ കുറച്ച് നമുക്കൊരു 80% ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ അതാണ് നിങ്ങളെ പ്രതീക്ഷിച്ചത്. ക്ലാസ്സിനെ പറ്റിയ റിവ്യൂ എനിക്ക് തരാം. പേഴ്സണൽ അയച്ചെന്നാൽ മതി. റിവ്യൂ എന്താണ് 5 ദിവസം ഉണ്ടായ കാര്യങ്ങൾ എന്നുള്ളത്. നിങ്ങൾ എന്താണ് ഇപ്പോൾ ട്രേഡിങ്, ഇതിലും സിമ്പിളായിട്ട് ട്രേഡിങ് എവിടെ നിങ്ങൾക്ക് ഇതുവരെ ഇനി എവിടെ പോയാലും കിട്ടൂല. ഞാനത് കോൺഫിഡന്റ് ആയിട്ട് പറയും, സ്വയം പൊക്കിയിട്ട് തന്നെ പറയും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ. 100% ശരിയാണ് അത് നിങ്ങൾ പറഞ്ഞത്. കാരണം വെച്ചാല് നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്ര ചെയ്യാൻ പറ്റുന്നല്ല. ഇത്ര ഇങ്ങനെ ഒരാൾ ട്രേഡ് എടുത്ത് കാണിച്ച് മുന്നിൽ ഇരിക്കും ചെയ്യില്ല. 1 മണിക്കൂർ ഒരു മെൻഡർ ഇരിക്കൂല. ഇല്ല, അതാരും ചെയ്യില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മെൻഡർ ഇരിക്കൂല. അല്ല, ധൈര്യത്തിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. അത് വേറെ കാര്യം. അതാണല്ലോ പ്രശ്നം. ധൈര്യത്തിൽ ഇരിക്കാൻ പറ്റൂലല്ലോ. ധൈര്യത്തിൽ ഇരിക്കാൻ പറ്റില്ല. കോൺഫിഡൻസ് ആയിട്ട് കാര്യം പറയാനും പറ്റില്ലല്ലോ. അതാണ് അപ്പോ അല്ലേ നമുക്ക് ഇതെങ്ങനെ നമ്മ പറഞ്ഞേ, ഇതിൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ നിങ്ങളെ കാര്യങ്ങൾ എന്താക്കാ, എനിക്ക് എല്ലാരും ഒരു ഇത് തരാം. എന്താണ് 5 ദിവസം നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ, ഓരോരുത്തർക്ക് കിട്ടിയ കാര്യങ്ങൾ മാത്രം. എന്താണ് ട്രേഡിങ്, നിങ്ങൾ കണ്ട ട്രേഡിങ്ങും ഇവിടെ വന്ന ട്രേഡിങ് എന്താണെന്നുള്ളത്. ഓക്കെ അല്ലേ? ഞാൻ ഏതായാലും ഇന്ത്യൻ മാർക്കറ്റ് ചെയ്ത് ഞാൻ ഒരു 10 ലക്ഷം ഇട്ടാൻ. ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 10 ലക്ഷം റുപ്യന്റെ അടുത്ത് ഞാൻ ഇട്ടാന്ന് അറിയാം, കളഞ്ഞ്. ഓപ്ഷൻസ് ഇന്ത്യൻ മാർക്കറ്റ് അവിടെ നിർത്ത്. നമുക്ക് അതായത് ഇന്ത്യൻ മാർക്കറ്റിലെല്ലാം, അതായത് ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് അത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടക്കുന്ന ഏരിയ ഓപ്ഷൻസിൽ. അത് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല. അതായത് അവിടെ ഒരാളെ എൻട്രി ആകുന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയ പറയാം, അവിടെ ഒരു എൻട്രി ആകുന്നെങ്കിൽ ബൈ എടുക്കാനുള്ള ക്യാഷും വേണം, അതേപോലെ സെല്ലടിക്കാനുള്ള ക്വാണ്ടിറ്റി അടിക്കാനുള്ള ക്യാഷും വേണം. അതല്ലാതെ ബൈ മാത്രം ഫോക്കസ് ചെയ്ത് പോയതിനെ കൊണ്ട് അവിടെ നമുക്കത് ടാലി ആവൂല.
അപ്പൊ അതൊരു പ്രശ്നമാണ്. ചില ഹൈ പ്രോഫിറ്റ്, ഹൈ റിസ്ക് കൂടുതലും പ്രോഫിറ്റ് കൂടുതലും, അതാണ് അവിടുത്തെ സിസ്റ്റം. പ്രോഫിറ്റ് കൂടുതൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിത്തിൻ സെക്കൻഡിൽ വലിയ പ്രോഫിറ്റ് വരും. അത്രയും റിസ്ക് ഉണ്ടാവും ക്യാൻഡിലിന്. മൊമെന്റ്സിൽ എൻട്രി വന്ന ഓപ്ഷനിൽ അവിടെ നല്ല ലാഭം കിട്ടും. എനിക്ക് ഒരു ദിവസം തന്നെ 4 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് ഒറ്റ ദിവസം കിട്ടും. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അതേപോലെ അതാണ് പ്രശ്നം. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കിട്ടുമ്പോ അടുത്ത ദിവസത്തിലും കൂടുതൽ വെച്ചാല് പിറ്റേത്തെ ദിവസവും ഞമ്മക്ക് 4 ലക്ഷം കിട്ടും എന്ന് വിചാരിക്കും. പിറ്റേ ദിവസം ഒരു 2000 റുപ്യ കിട്ടിയാൽ നമ്മൾ അതിൽ തൃപ്തി ആവൂല. 10,000 കിട്ടിയാലും തൃപ്തി ആവൂല. അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് അതാണ് പ്രശ്നം. അതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് അതൊന്നുമില്ല. ഈ ഓപ്ഷനിൽ ആർക്കും വിജയിക്കാൻ പറ്റാത്തതിന്റെ ഒരൊറ്റ റീസൺ പറയാം. അതായത് ഒരാൾ ഓപ്ഷൻ എടുക്കുന്ന ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ ആൾ 9 മണി മുതൽ 2 മണി വരെ മാർക്കറ്റിൽ ഇരിക്കണം. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. 9 മണി മുതൽ 2 മണി വരെ ഒരു പണിയും ഇല്ല, ഫുള്ള് ഫ്രീ ആകുന്ന ഒരു മനുഷ്യന് ഓപ്ഷൻ ചെയ്തോ, ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ അതിന്റെ കൂടെ ചാർട്ടിൽ മാനുവലി ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിന്റെ കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ 9 മണി മുതൽ 2 മണി വരെ എന്നാക്കണം, അതായത് അവിടെ ഇരിക്കണം, സ്പെൻഡ് ചെയ്യാൻ സമയം വേണം. അതല്ലാതെ എവിടെയെങ്കിലും പോകുന്ന സമയമോ വണ്ടി ഓടിക്കുന്ന സമയമോ ഓപ്ഷൻ മാർക്കറ്റിൽ കയറിയിട്ട് ഓക്കെ ഇപ്പൊ ഒരു സാധനം ഉണ്ട്, ഓക്കെ ഇട്ടിട്ട് ഇപ്പൊ 5 ലക്ഷം വരും, ഇപ്പം വരും, അവിടെ നോക്കിയിരുന്നാ മതി. അതാണ് അല്ല ആൾക്കാർക്ക് കണ്ടീഷൻ ഏതാണ്. എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോണ്ടല്ലോ സാർ, ഇപ്പൊ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഞാൻ. അതായത് മൊബൈൽ ഇങ്ങനെ ഓപ്ഷൻ എടുത്തിട്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ അടിച്ചിട്ട് ആടെ കോള് നോക്കാം, കോള് ഓക്കെ അതാ കേറിക്കോ ആയി. ഞാൻ രാവിലെ മോർണിംഗിലെ ഓപ്ഷൻ പ്രോപ്പർ പ്രൊസീജിയർ മോർണിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ എൻട്രി കിട്ടുന്ന ഒരു എൻട്രി, കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ബ്രേക്കൗട്ടിൽ ഒരു എൻട്രി അതേ എടുക്കുകയും ചെയ്തോളൂ. ബ്രേക്കൗട്ട് ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇല്ല. ഇത്രയെല്ലാം സാധനം ഒത്തു വരണം. ഈ സാധനം ഒരാഴ്ചയിൽ ഞാൻ മനസ്സിലാക്കിയത് 3 ഒത്തു വരും, 3 2 ഞാൻ മനസ്സിലാക്കിയത്. ഏതാ നമ്മളെ ഈ മാർക്കറ്റിൽ ഗോൾഡിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന പിന്നെ ഓപ്പർച്യൂണിറ്റി ഒരുപാട് വരുന്നുണ്ടോ? ഗോൾഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഒരു നല്ലതെന്ന് പറയാ അടിച്ച് കയറുന്ന സൂപ്പർ മാർക്കറ്റാ. ഇന്ന് 2 ദിവസം സൈലന്റ് ആണെങ്കിൽ അടുത്ത 2 ദിവസം പറക്കും. ഗോൾഡ് നോക്കുന്ന എല്ലാവർക്കും അറിയാത്. 2 ദിവസം സൈലന്റ് ആണെങ്കിൽ അടുത്ത 2 ദിവസം അത് പറക്കും മാർക്കറ്റ്. നമുക്ക് രണ്ട് ഇൻഡെക്സിൽ ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക്? ടെക് 100 US 30 പറ്റല്ലേ? നമുക്ക് എന്തായാലും കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏതായാലും 4 വർഷത്തെ ഓപ്ഷൻ ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യാം, ഇന്നത്തോടുകൂടി സ്റ്റോപ്പ് ചെയ്ത് ലാസ്റ്റ് ദിവസം. അല്ല സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഞാനത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് ഓപ്ഷനെ കാട്ടി, അതായത് ഇവിടെ ലോ റിസ്ക്കും ഓപ്ഷനിൽ കൊണ്ടുപോയി കളയുന്ന പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ എത്രയോ റിസ്ക് കുറച്ചുണ്ടാക്കാം നമുക്ക്. ഞാൻ കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമുക്ക് മനസ്സമാധാനല്ല വേണ്ടത്. അതിൽ നമ്മക്ക് എന്താ പറയാ ഹൈ പ്രഷറാണ്. ഇപ്പൊ ഒരു കുറച്ച് ലോട്ടൊക്കെ ഇപ്പൊ പറഞ്ഞാൽ നിഫ്റ്റിയിലൊക്കെ ഒരു 10 ലോട്ട് എടുത്തു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് നമ്മൾ പ്രഷർ. ഒന്നാമത് TTDK ഈ എഫക്ഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ ഈ ഒരു എക്സ്പയറി ഇടേന്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. അങ്ങനത്തെ ഈ 3 മണിന്റെ മുമ്പാ അങ്ങനത്തെ ഓരോ റിസ്ക് ഉള്ളത് കൊണ്ടേ. ഇല്ല ഇതിന്റെ ഞാൻ പറയാ, ഇപ്പൊ നിങ്ങളിപ്പോ എന്താക്കാന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഒപ്പം കൂടുമ്പോ ഞാൻ ആദ്യം പറയല് $100 ഉള്ളവർക്ക് $100 $50 എടുത്തിട്ട് വരുന്നവർക്ക് എന്റെ ഒപ്പം കൂടാ ട്രേഡില്. ക്യാപിറ്റൽ അത് മതി, $100 മതി. ശരി. അതായത് അത് 3 മാസം ഒന്നാക്കാം. ആ $100 3 മാസം നിങ്ങൾ ഡിസിപ്ലിൻ കാര്യങ്ങളോ ആ $100 കളയാതെ കൊണ്ടുപോയാൽ മതി. പോകുന്നെങ്കിൽ തന്നെ 100 ട്രേഡിലേ പോകും. $100 നിങ്ങളെ കയ്യിൽ വന്നു. നിങ്ങൾ ആ 3 മാസം കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ പിന്നെ നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് പഠിക്കും. 3 മാസം കൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. ഞാൻ പറയും വേണ്ട, നിങ്ങൾ ചെയ്യും വേണ്ട, നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും അത് 3 മാസം കൊണ്ട്.
അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താക്കാം, ഇതെല്ലാം ഒരുമിച്ചിരുന്നാലേ നടക്കും. ഒരു ടീമായിട്ട് പോകുമ്പോൾ എല്ലാം നടക്കും, എല്ലാം കിട്ടും. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരും കൊണ്ട് നമ്മൾ 5ാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പേഴ്സണൽ മെസ്സേജ് കാര്യങ്ങൾ ചോദിക്കാം, കാര്യം പറയാം. ഓഫീസിലേക്ക് വരാം, അവർക്ക് ഓഫീസിൽ വരാം, വിസിറ്റ് ചെയ്യാം, ഇതൊക്കെ കീപ്പ് ചെയ്യാം കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. വൈനപ്പ് ചെയ്തിരുന്നാലും മറക്കാതെ എനിക്ക് റിവ്യൂ അയക്കണം കേട്ടോ. 5 ദിവസത്തെ അയച്ചാൽ മതി. വളരെ നന്ദിയുണ്ട് സാറേ. ഓക്കെ ഓക്കെ നല്ല ക്ലാസ് ആയിരുന്നു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.